നമ്മൾ 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടില്ല. 10 മണി തുടങ്ങാം കേട്ടോ. 2 more minutes. അല്ലെങ്കിൽ വരാണ്ടേ വന്നോട്ടെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഹായ്, ഹലോ. Are there any people who don't understand Malayalam? If so, please do respond. If so, please do notify me. We'll start the class within 2 minutes. 10 മണിക്കാണ് ക്ലാസ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് 10 മണിക്ക് തുടങ്ങുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കുന്നത്. ഐ ഹോപ്പ് ദർ ഇസ് എവരിബഡി ഹു അണ്ടർസ്റ്റാൻഡ് മലയാളം, റൈറ്റ്? Is there anybody who can't catch up Malayalam? Please respond me ASAP, please. Anybody who can't catch up Malayalam, please do notify me, please. Anybody? So I hope it's all good. മലയാളത്തിൽ തന്നെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. കുറേ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ഫിസിക്സിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അല്ലേ, നമ്മളെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് ഫാക്ട്സുകൾ നമ്മൾ കണ്ടു അല്ലേ. ഫിസിക്കൽ ഫാക്ട്സ്, ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റ് എത്രത്തോളം നമ്മുടെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ന് നമ്മൾ അല്ലേ ഒരുപാട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അല്ലേ. നമ്മളിപ്പം ഞാൻ ഇന്നലെ ശരിക്കും എന്നോടൊരാൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ സാധനം കത്തുന്നത്. നമ്മുടെ ബുദ്ധി നമ്മൾ പോലും അറിയാണ്ട് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻ നമുക്ക് ചെയ്തു തരുന്നുണ്ടല്ലോ, നമ്മൾക്കൊരു ബുദ്ധിയുള്ള കാലം തൊട്ട് ഇത് ചെയ്തു തരുന്നുണ്ടല്ലോ എന്നറിയുന്നത്. അപ്പം ഫിസിക്സ് എന്നുള്ള സാധനം ജനനി യു ആർ നോൺ മലയാളി? Janani A, please do respond. Are you a non-Malayali? So we'll try to include as much as English as possible. Janani, are you comfortable with my English then? Jenny, please you respond, please. We don't have much time with us. So we'll start the class. Okay. So we have discussed yesterday basically about what is physics, right? How that we attach to physics, that we apply physics in a day-to-day in every core activity, right? We have seen examples of road crossing, alarm clock, hot tea, a ballpoint pen, a simple walking,
climbing down the stairs. So everything that we do in our day-to-day life is connected to physics. The very act of me raising this pen from this particular table is also considered as what? It's work. It is done against gravitational force. So there is enormous number of physical quantities associated with just me picking up a pen. Like, I just a pen activity physics under. നമ്മൾ അങ്ങനെയാണ് ഇനി ഫിസിക്സിനെ നോക്കിക്കാണും. നമ്മുടെ ലൈഫിൽ എത്രത്തോളം നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം എക്സാമ്പിൾസ് നമുക്ക് ഇതും ഫിസിക്സ് ആണല്ലോ, ഞാൻ ഈ പെണ്ണ് പൊന്തിച്ച ഫിസിക്സ് ആണല്ലോ, ഞാൻ കൈ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്തൊരു ഫിസിക്സ് ആണല്ലോ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതും ഒക്കെ ഒരു ഫിസിക്സ് ആണല്ലോ എന്നുള്ള പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യാം, ഇനി ക്ലാസ് എടുക്കാം. ഓക്കെ, so I will be using both English and Malayalam today class. I hope Janani is an Tamilite, so she will be able to catch Malayalam somewhat too. So we'll start a class, okay, without much further ado. So yesterday I have told you, so before I start a class, every day before I start a class, I tell people certain facts or what certain people call as advice. Whatever it is, you take it whatever as you like. Okay, I think that I have to tell you is that what these 2 years, okay, plus 1 and plus 2 are those 2 years which actually decides the fate of your life. Trust me on that. Okay, you are going to choose a career based on the marks or the interest that you gain during this plus 1 and plus 2 period. Okay, as I told you yesterday also, after plus 2 there's a big question mark in your life. Plus 2 കഴിഞ്ഞാൽ ഇല്ലൊരു ചോദിച്ചിട്ടാണ് എന്താണ് ചെയ്യേണ്ടത് അല്ലേ, അതുവരെ നമ്മളൊരു ഫ്ലോയിലാണ് പോയത്. ഇനി നിങ്ങളോട് ആരും പറഞ്ഞില്ല മോനെ ഇതെടുത്തോ, മോനെ ഇത് കഴിഞ്ഞ് ഇങ്ങോട്ടാണല്ലോ പോകേണ്ടത് എന്നൊരാളും പറഞ്ഞില്ല. നിങ്ങളാണ് നിങ്ങളെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഈ കുട്ടി എന്നുള്ള ഫേസിൽ നിന്ന് അഡൾട്ട് എന്നുള്ള ഫേസിലൊരു ട്രാൻസിഷൻ ഫേസാണ് ഈ പ്ലസ് 1 പ്ലസ് 2 എന്ന സമയം. അപ്പോൾ നിങ്ങൾ ഒരുപാട് പൊട്ടത്തരൊന്നും കളിക്കാണ്ട് നല്ല കുറച്ചൊരു കാര്യബോധത്തോടെ കാര്യങ്ങൾ നോക്കി കണ്ടിട്ട് നിങ്ങൾ എന്താണ്, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു കോച്ചിങ് ചെയ്യാം അല്ലേ, ഇപ്പോൾ ഈ വെക്കേഷൻ സമയമാണ് എന്നാലും കൂടി കുറച്ച് ക്ലാസ്സായി കണ്ടേക്കാം എന്നുള്ള നല്ല ഉദ്ദേശത്തോടെയാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു 100ഓളം പേരുള്ള കുട്ടികളുള്ളത്. അപ്പം സോ ഫാർ സോ ഗുഡ് ആണ്. ഓക്കെ, സോ ഫാർ യു ഹാവ് മെയ്ഡ് ദ റൈറ്റ് ഡിസിഷൻ. ഓക്കെ, നൗ വാട്ട്സ് നെക്സ്റ്റ്, ഹൗ യു ടാക്കിൾ ഈച്ച് ആൻഡ് എവറി ഡേ, ഹൗ യു ഗോയിങ് ടു ബാറ്റിൽ ടുവേർഡ്സ് വാട്ട് അറ്റൈനിങ് നീഡ് or achieving need. So as I've told you before itself, NEET is an examination which is written by almost 10 to 12 lakhs of people, more than that I guess. So you have to be, as far as Kerala is concerned, if you have to get merit seat, you have to be within 1,200 rank, within the Kerala rank. So there will be approximately, let's say there will be 5 or 6 lakhs or 3 or 4 lakhs writing from Kerala itself, NEET. Okay, they are writing, let's say to max we'll say 2 lakh people are writing NEET from Kerala itself. So you have to be 1,000 aiming that 2 lakh അല്ലേ, 2 ലക്ഷത്തിൽ 1000-ൽ ഒരുവനായിരിക്കണം നിങ്ങൾ. So it's not that easy. Okay, and I have told you yesterday too, it's nothing based on IQ. Okay, it's nothing based on IQ. So it's nothing based on IQ, it's totally your determination, totally how you are going to face this, how you are going to utilize each and every second of this plus 1 plus 2. I have told you before, you have to have your entertainment, you have to കളികളും കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ എന്നിരുന്നാൽ കൂടി the thing that you have to keep in your mind is that when you are playing, when you are going for a wedding, when you are watching a film, when you are hearing a song, some others, okay, your colleagues or your companions what are they doing? They're doing problems, they're studying something. So what is the process, what is actually happening? The other one is getting ahead of you. So that's the only thing that you have to keep in mind. Okay, I am not telling you should not have any interview, you should have. Okay, I have told you yesterday also, plus 1 plus 2 the last 2 years of school life, you have to play, you have to do all the stuff that you should do as far as a school child is concerned. You have to do all that, but apart from that you should have a mind that you are someone who is preparing for a competitive examination. So you have to have that mind, and you have to always plan things accordingly and work daily. I have told you at least daily you have to work for half an hour, 1 hour maximum. Okay, that's all you need. So today we'll be dealing about some physics. So today we'll be dealing about a bit. So actually what are we actually aiming? So the DOPA is a center. We are having almost 100 plus US right down here. So DOPA is a center which is actually stands for Doctors on Prep Academy. So what are we actually giving you? We are actually the pass outs. Okay, the establishers of this center. This center inde mudalaligal aareyanu
നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഡോക്ടേഴ്സാണ്. സോ ദേ നോ വാട്ട് യു നീഡ് ഫോർ നീറ്റ്, ഹൗ യു ക്യാൻ ടാക്കിൾ നീറ്റ്. ഓക്കെ, they have designed the course in such a way that NEET can be easily cracked. And moreover, we are actually here with a lot of strategies, lot of techniques or shortcuts that you can do in each and every biology, chemistry or physics, whatever it is. So നമ്മൾ എന്താണ് മറ്റുള്ള എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായിട്ടുള്ള നിങ്ങൾക്ക് ജസ്റ്റ് പോയി കമ്പയർ ആവുന്നുള്ളൂ. പൈസയുടെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നത് വളരെ തുച്ഛമായ രീതിയിൽ എല്ലാവർക്കും കാര്യങ്ങൾ കിട്ടണം എന്നുള്ള ഒരു നല്ല ഉദ്ദേശം കൂടിയാണ് നമ്മൾ ഈ സെൻറ്റർ തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് എന്താണ് 10.5, which means it's actually a bridge course between 10th and 11th. Okay, you people have passed out to 10th, now you are going for the next class, which is 11th. Okay, so ഇത് നമ്മളൊരു ബ്രിഡ്ജിങ്, ലൈക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ പറഞ്ഞുതരാം, അല്ലെങ്കിൽ +1ത്തെ കുറച്ച് പാഠങ്ങളുടെ ഒരു ഇൻട്രഡക്ഷൻ തരാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ബ്രിഡ്ജ് കോഴ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരിക്കലും എന്താണ് +1ൻ്റെ 100ൽ 1 പോലും ഈ 1-1.5 മണിക്കൂർ കൊണ്ട് പറയാൻ സാധിക്കുകയില്ല. വി കനോട്ട് സേ എനിത്തിങ്, വി കനോട്ട് സേ വാട്ട് 1 among 100 of +1 things in this 1.5 hours. So what we'll doing is that what will sorry for that, ചില നേരം നാക്ക് ശരിയാവില്ല. സോ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് +1ലെ കുറച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു 47% of the questions are from mechanics. So today what we'll be doing is that we'll be giving you an introduction for mechanical part and the basic of the mechanics. I've told you the chapters are in chronological order, right? First 1D, then 2D, then laws of motion. Everything is arranged in a chronological order in such a way that you have to study the first in order to attain the second. In order to attain the third, you have to be thorough with first and second. So that is the way the textbook is arranged. So today we'll be dealing something about some basic maths that you need in basic maths. Okay, simple mathematics that you need in word physics, and we'll also be dealing about something about the first chapter, that is one-dimensional motion. Okay, I'll just give you a glance. I will just make you know how interesting physics is. I will give you a different approach. Okay, so the simple maths that you need. Some simple maths I will give you. Okay, simple mathematics that you need. So can you people please respond me ASAP whether you know differentiation integration. നിങ്ങൾ differentiation integration എന്നുള്ള സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? വേഗം എനിക്ക് റിപ്ലൈ ചെയ്യുന്നേ, വേഗം respond me fast. നിങ്ങൾ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ എന്നുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയോ? അല്ലെങ്കിൽ അറിയുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈക്ക് ടു ദി കോർ അറിയുന്നില്ല, സംഭവങ്ങളൊക്കെ ഏകദേശം ധാരണയുണ്ടോ എന്ന് വേഗം നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്ത് തരുമോ? വേഗം ഡിഫറൻസിയേഷൻ ഒന്നും അറിയില്ല. ഓക്കെ, ഫൈൻ. കേട്ടോ, ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ ഇത് ഫിസിക്സിൽ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തുള്ള ഒരു സാധനമാണ്. നിങ്ങൾ മാത്സിൽ +1 നിങ്ങൾ തുടങ്ങാൻ പോകുന്നത് +1 +2 നിങ്ങൾ ഇനി മാത്സിൽ നിങ്ങൾ ഡെറിവേഷൻസ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേഷൻ എന്നുള്ള 2 പാഠങ്ങളൊക്കെ മാത്സിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ 100ൽ 100 കിട്ടും. ഇപ്പം ഞാൻ പറയുന്ന കാര്യം കുറച്ചൊക്കെ പുകയായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ബട്ട് എന്നിരുന്നാലും കൂടി ഫിസിക്സിന് ആ പുകമറയുള്ള സാധനങ്ങൾ മതി. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പഠിച്ച സിമ്പിൾ കുറച്ച് മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, the simple mathematics that you need for physics. Okay, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിൾ മാത്തമാറ്റിക്സ് എന്ന അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനത്തെ കലാപരിപാടികൾ നിങ്ങൾക്ക് അറിയണം. സ്വാഭാവികമായിട്ട് നിങ്ങൾ 10 ക്ലാസ് ആയിട്ടുള്ള കുട്ടികളാണ്. ബേസിക്കലി കുറച്ചൊക്കെ കൂട്ടാനും കഴിക്കാനും ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ അപ്പാർട്ട് ഫ്രം അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, വാട്ട് യു നീഡ് എക്സ്ട്രാ 2 quantities, which is basically differentiation and integration. These are the 2 new terms that you need as far as physics is concerned. From the very first chapter of mechanics 1D, you need is differentiation integration. You might have seen in what movies or some what articles something like d/dx of x raised to n integral x raised to n dx, something like complex. You might നിങ്ങൾക്ക് ഇത് ഭയങ്കര ഇതെന്തോ അറബി എഴുതിയ പോലെ ഉണ്ടല്ലോ, ഇതെന്താ സംഭവം പഠിച്ചോനെ എന്നുള്ള ഒരുപാട് തോട്ട്സ് ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് കൺസ് ചെയ്തിട്ട് സാധനം തരാം. എന്താണ് ഡിഫറൻസിയേഷൻ? വാട്ട് ഈസ് ആക്ച്വലി ഡിഫറൻസിയേഷൻ? Okay, I'm damn sure that you people would have applied
in your life today itself you would have applied differentiation integration in life. എന്നുവെച്ചാൽ ഡിഫറൻസിയേഷൻ ഇൻറ്റഗ്രേഷൻ എന്ന സാധനം നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം ഇന്നിപ്പോൾ സമയത്ത് 10:15 ഈ ഒരു 10:15 ഇടയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. What is differentiation? So differentiation is something that our mind have been doing without us knowing it is actual differentiation. ഞാൻ റോഡ് ക്രോസിംഗ് പ്രോബ്ലം പറഞ്ഞല്ലേ, നമ്മൾ പോലും പറയുന്ന അത്രയും കോംപ്ലക്സ് മാത്തമാറ്റിക്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഫറൻസിയേഷനും അതുപോലത്തെ ഇൻറ്റഗ്രേഷനും ഡിഫറൻസിയേഷനും അതുപോലത്തെ ഒരു സാധനമാണ് എന്താ ഡിഫറൻസിയേഷൻ. നിങ്ങൾ രാവിലെ ചായ കുടിക്കുകയായിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ മേശപ്പുറത്ത് ഒരു ഇതുണ്ട്, വലിയൊരു പ്ലേറ്റാണെന്ന് വിചാരിക്കുക. ഓക്കെ, വലിയൊരു ദോശയുണ്ട്. ഓക്കെ, ഈ വലിയ ദോശ മൊത്തത്തിൽ നിങ്ങൾ കഴിക്കുമോ? ഇല്ല, മറിച്ച് നിങ്ങൾ എങ്ങനെ ഇതിനെ കഴിക്കുക? പീസായിട്ട് കഴിക്കും. റൈറ്റ്, you will not have the dosa entirely. Okay, what will you do? You will take it in pieces, right? You will take in fragments. So what are you actually doing? You are actually doing differentiation, and whole quantity you are making it into small pieces. So this is the base of differentiation. So differentiation is something where we are splitting the quantities into minute quantities. So what is differentiation? So differentiation means that very basic act of cutting big fragments into small pieces. So what is integration? It's just the reverse. Small fragments we are integrating. Integration. We are putting things together. Okay, if you are going to make a biryani, how are you going to make biryani? Okay, first you will put the rice, then the curry powders, then the chicken. So what are you basically doing? You're basically doing integration. So that is what differentiation and integration is. Okay, so differentiation എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ let's say we are having a variable x. Okay, if you have to differentiate this basic quantity, okay, let's say we are having a variable x എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട്. ഓക്കെ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ the format is അല്ലെ, നമ്മൾ മാത്തമാറ്റിക്സിന് അഡീഷൻ പ്ലസ്, സബ്ട്രാക്ഷൻ മൈനസ്, ഫോർ ഡിവിഷൻ വി റൈറ്റ് ദിസ് സിമ്പിൾ, ഫോർ മൾട്ടിപ്ലിക്കേഷൻ വി റൈറ്റ് ദിസ് സിമ്പിൾ. Same as that, for differentiation we will write d by dx. Okay, generally we will write d by dx of this particular variable x. This is the format have you write. If you are having x raised to 2, we will write d by dx of x raised to 2. Okay, the answer, this is just the question part. Okay, this is not the answer. Okay, if you have to write 4x cube, we'll write d by dx of 4x cube. So this is how you will write differentiation. അല്ലേ, നമ്മൾ മാത്തമാറ്റിക്സിൽ പ്ലസ് സൈൻ ഇടുന്ന പോലെ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു സൈൻ ഇടുന്നത് പോലെ ഇതാണ് ഡിഫറൻസിയേഷൻ്റെ സൈൻ. ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമുക്കറിയാം 2 + 3 what is it? It is 5. So this ഈ പ്ലസിനെ സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് d by dx. ഇതിൻ്റെ ആൻസർ ഈസ് ഈക്വൽ ടു എന്ത് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് as far as your physics is concerned, the only mathematics or the only differentiation part you need is this basic thing. If you are having a variable x which is raised to n power n, okay, x raised to n എന്ന് പറഞ്ഞുള്ള ഒരു സാധനമുണ്ട്, x raised to n എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഓക്കെ, you are given and variable x, a variable x which is raised to a power n, and somebody is asking you what is the differentiation of x raised to n. So what is the basic equation that you need? You have to write basically d by dx of x raised to n. We are differentiating this x raised to n with respect to x. Okay, you will understand that more deeply when you are studying mathematics. Okay, now you just hear what I say. Okay, ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ എടുത്താൽ മതി. So x raised to n ന്റെ ഡിഫറൻസിയേഷൻ എന്താണെന്ന് ആരോ നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? d by dx of x raised to n. This is a ready-made formula which is what is the power n x raised to n minus 1. This is the answer. N into x raised to n minus 1. I'll give you an example. Let's say somebody is asking you to find the differentiation of x cube. So it is basically as per the equation, as applying the equation d by dx of x cube. So my n here is n is equal to 3, right? Comparing this equation in the question, n is equal to 3. So what is my answer? It is basically n 3 x raised to n minus 1. Here n is 3, so 3 minus 1 which is 2. This is your answer, 3x square. Okay, is that clear? Okay, I hope it's clear.
Now we are having another quantity. I will make it things I hope people know the answer. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസിയേഷൻ അറിയാലേ മിനിയാന്ന് പഠിച്ചു. Okay, fine. Okay, so we are having another quantity, x raised to 5. What is the answer? Tell me. Give me the answer ASAP. Come on, give me the answer. What is x raised to 5's differentiation? It's basically d by dx of x raised to 5. Here n is equal to 5, so my answer is 5x raised to 4. Simple as that. Okay, so whenever we are given a variable x raised to n, its differentiation, what is the basic mathematics that is required, is differentiation d by dx of x raised to n എന്ന് പറയുന്ന റെഡിമെയ്ഡ് ഫോർമുല എന്താണ് മക്കളെ? n into x raised to n minus 1. ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്? പവറാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് x raised to 6 എന്ന് തരികയാണ്. അപ്പം ഇതിട്ട് കമ്പയർ ചെയ്യുമ്പോൾ n-ൻ്റെ വാല്യൂ എന്താണ്? n എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ d by dx of x raised to n ന് പകരം ഞാൻ എന്ത് ചെയ്തടാ? 6. ഇനി ഇവിടെ n-ന് പകരം 6, x raised to n-ന് പകരം 6 minus 1. So what is my answer? 6x raised to 5. Okay, 6x raised to 5. Okay, സോ അതാണ് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ. പിന്നെ നിങ്ങൾ കുറച്ച് ട്രിഗ്നോമെട്രി ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. നമുക്ക് എന്തൊക്കെയുണ്ട്? സൈൻ ഉണ്ട്, കോസ് ഉണ്ട്, ടാൻ ഉണ്ട് അല്ലേ? ഇതിൻ്റെ മച്ചാനായിട്ട് എന്തുണ്ട്? കൊസീക്ക് ഉണ്ട്. ഇതിൻ്റെ മച്ചാനായിട്ട് എന്തുണ്ട്? സീക്ക് ഉണ്ട്. ഇതിൻ്റെ മച്ചാനായിട്ട് എന്തുണ്ട്? കോട്ട് ഉണ്ട് അല്ലേ? ഇതിൻ്റെ ജസ്റ്റ് റെസിപ്രോക്കലായിട്ടുള്ള സാധനങ്ങളുണ്ട് അല്ലേ? ഇത് നിങ്ങൾക്ക് അറിയുന്നതാണോ? എന്ത് സൈൻ കോസ് ടാൻ എന്നൊക്കെ പറയുന്ന സാധനം നിങ്ങൾക്ക് അറിയുന്നതാണോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഐ ഡോണ്ട് നീഡ് യു ടു നോ ഇറ്റ് ഇൻ ഡെപ്ത്. ഓക്കെ, ആർ യു ഫെമിലിയർ വിത്ത് ദീസ് ടേംസ്? ഹാവ് യു ഹേർഡ് ദീസ് ടേംസ്? എനിക്ക് ഓർമ്മയില്ല 10ാം ക്ലാസ്സിന് മുമ്പ് നിങ്ങൾ ട്രിഗ്നോമെട്രി പഠിക്കുന്നുണ്ടോ എന്നുള്ളത്. +1 +2 നിങ്ങൾ പഠിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിന് മുമ്പ് നിങ്ങൾ ട്രിഗ്നോമെട്രി പഠിക്കുന്നുണ്ടോ എന്ന് പ്ലീസ് എനിക്കൊന്ന് വേഗം റെസ്പോണ്ട് ചെയ്ത് തരുമോ? ഓക്കെ, അറിയാം. ഫൈൻ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഗുഡ്. അപ്പോൾ ഈ ചെറിയൊരു കാര്യം കൂടി നമ്മൾ പഠിക്കാം. ഓക്കെ, വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ കാര്യം പഠിക്കാം. അപ്പോൾ നിങ്ങളോട് സൈൻ എക്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡിഫറൻസിയേഷൻ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ വെറുതെ കാണാപ്പാഠം പഠിച്ചോ. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. ഓക്കെ, ഇനി ആരെങ്കിലും കോസ് എക്സിൻ്റെ ഡിഫറൻസിയേഷൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ വെറുതെ കാണാപ്പാഠം പഠിച്ചോ. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. ഇത് ഇതേമാതിരി എവിടെയെങ്കിലും എഴുതാക്കാൻ പറ്റുമെങ്കിൽ എഴുതി വെച്ചോ. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഒരു ഫോർമുല ബുക്ക് ഉണ്ടാക്കണം അല്ലേ? ഐ ഹവ് ടോൾഡ് യു ബിഫോർ യു ഹാവ് ടു മേക്ക് എ ഫോർമുല ബുക്സ് ടു മേക്ക് തിങ്സ് വേർഡ് സിമ്പിൾ. സോ ഇറ്റ്സ് ബെറ്റർ ഇഫ് യു റൈറ്റ് ദിസ് ഇൻ ദ ഫോർമുല ബുക്ക്. ഇറ്റ്സ് വെരി യൂസ്ഫുൾ. നോ വാട്ട് എവർ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം അറിയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനി മൈനസ് കോസ് എക്സ് ആയിരുന്നോ പ്ലസ് സൈൻ എക്സ് ആയിരുന്നോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇറ്റ്സ് ബെറ്റർ യു റൈറ്റ് ഇറ്റ്. ഓക്കെ, ഓക്കെ, സോ ദ ബേസിക് മാത്സ്. ഓക്കെ, അപ്പോൾ ഡിഫറൻസിയേഷൻ സംബന്ധിച്ചോളം ഈ 3 ഡാറ്റ മതി. ഒരു എക്സ് റേസ് ടു എൻ ഉണ്ടെങ്കിൽ ഡി ബൈ ഡി എക്സ് എക്സ് റേസ് ടു എൻ ഇസ്ഇക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. ഇത്രയും സാധനം മാത്രമേ നിങ്ങൾക്ക് എന്താവശ്യമുള്ളൂ മക്കളെ? എന്താവശ്യമുള്ളൂ? ഒരു നീറ്റ് സ്റ്റുഡൻറ്റ്, ആസ് ഫാർ ആസ് എ നീറ്റ് സ്റ്റുഡൻസ് കൺസേൺ, ദിസ് ഈസ് ദ ഡിഫറൻസിയേഷൻ മാത്സ് ദാറ്റ് യു നീഡ്. മാക്സിമം ഇത് മതി. ഓക്കെ, ഭയങ്കര കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറച്ച് ചെറിയ നുറുക്കുതികൾ വരണം. അത് നിങ്ങൾ ക്രമേണ നിങ്ങൾ +1 +2 കുറച്ചുകൂടി മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ സൈൻ 2x ആണ്, 2 sin x cos x ആണ്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇക്വേഷൻസ് നിങ്ങൾ എവിടെ പഠിക്കും? നിങ്ങൾ മാത്സിൽ പഠിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി സിമ്പിൾ. ഇപ്പം തൽക്കാലത്തേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് മാത്രം മതി. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. പ്ലീസ് റെസ്പോണ്ട് മീ ഫാസ്റ്റ്. കമോൺ, പറയ് കാര്യങ്ങൾ പറയ്. ഓക്കെ ആണോ? ക്ലിയർ? ഓക്കെ ആണോ? ഇൻ്റഗ്രേഷൻ്റെ പോട്ടെ. നമുക്കൊന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് വണ്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ എത്തിച്ചാൽ നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യിപ്പിച്ചാണ് നിങ്ങളോട് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചാൽ നമുക്ക് കുറച്ച് വണ്ടിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ഞാൻ ഡിഫറെൻറ്റ് അപ്രോച്ച് നിങ്ങൾക്ക് തരാം. നിങ്ങളൊന്ന് വേഗം റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ഫൈൻ. ഇനി അടുത്താണ് ഇൻ്റഗ്രേഷൻ. റൈറ്റ്, ഇൻ്റഗ്രേഷൻ ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഇൻ്റഗ്രേറ്റിംഗ് അല്ലേ? നമ്മളെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ. ഇതിന് നമ്മൾ നേരത്തെ പോലെ തന്നെ നേരത്തെ നമ്മൾ ഡി ബൈ ഡി എക്സ് എന്നുള്ള ഫോമിലാണ് യൂസ് ചെയ്തത് അല്ലേ? എക്സ് എന്നുള്ള വേരിയബിളിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻ്റഗ്രേറ്റിൽ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എക്സ് റേസ് ടു എൻ എന്നുള്ള സാധനം ഇതിലെങ്ങനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? ഒരു ഇൻ്റഗ്രൽ സൈഡ് ടു കഴിഞ്ഞില്ല. അതിൻ്റെ കൂടെ ഒരു ഡി എക്സ് നമ്മുടെ എഴുതണം. ഓക്കെ, ആ വേരിയബിൾ നേരത്തെ ഇവിടെ അടിയിൽ ഡി എക്സ് ചെയ്ത് നമ്മളിവിടെ ഏതാണ് ന്യൂമറേറ്ററിൽ എഴുതണം. ഓക്കെ, ഇതിൻ്റെ ഫോമുല എന്താണ്? എക്സ് റേസ് ടു എൻ്റെ ഇൻ്റഗ്രേഷൻ ആരാന്ന് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോമുല എന്താണ് മക്കളെ? ഈസ് ഈക്വൽ ടു വാട്ട്? എന്താ പറയുക? ഇറ്റ് ഈസ് എക്സ് റേസ് ടു എൻ പ്ലസ് 1
ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. ഇതാണ് ഫോർമുല. എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1. ഓക്കെ ആണോ? അത് ഇൻ്റഗ്രേഷൻ അറിയില്ല. ഓക്കെ, നോക്ക്. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ ബേസിക്കലി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ അതാ ഒരു ടി വി റിമോട്ട് ഉണ്ട്, ഒരു ഫോൺ ഉണ്ട്. ഇതെല്ലാം ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിരുന്ന ഒരു കൾമിനേറ്റ് ചെയ്ത് ഒരുമിച്ച് കൺസിഡർ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിന് നമ്മൾ എന്ത് വിളിക്കുക? ഇൻ്റഗ്രേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ എക്സ് എന്നുള്ള ക്വാണ്ടിറ്റി ഡിഫറൻസിയേഷൻ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആകുന്നു. ഇതാണ് ഡിഫറൻസിയേഷൻ്റെ ഫോർമുല. പക്ഷേ നമ്മൾ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താടാ? ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇതായിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ സൈഡിൽ ഉണ്ടാവേണ്ടത്. ഇൻ്റഗ്രേഷൻ എന്താണ്? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ തരാം. ഇപ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡിഫറൻസിയേഷൻ ചോദിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ പ്ലസ് സൈൻ എന്നൊക്കെ ഇടുന്ന പോലെ ഇൻ്റഗ്രേഷൻ സൈൻ ഇട്ടു ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു, ഇവിടെ എൻ എന്ന് പറഞ്ഞ സാധനം എന്താണ്? എൻ എന്ന് പറഞ്ഞ സാധനം 3 ആണ്. അപ്പോൾ എക്സ് റേസ് ടു 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 ഡിവൈഡ് ബൈ 4. ദിസ് ഈസ് യുവർ ആൻസർ. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നിങ്ങളുടെ വേറെ ആരും ചോദിക്കുകയാണ് എക്സ് റേസ് ടു 6ൻ്റെ ഇൻ്റഗ്രേഷൻ എന്താടാ? ഈസ് ഈക്വൽ ടു വാട്ട്? വീണ്ടും ഇവിടെ n എന്ന് പറഞ്ഞ 6 ആണ്. അപ്പോൾ എക്സ് റേസ് ടു 6 പ്ലസ് 1 ഡിവൈഡ് ബൈ 6 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 7 ഡിവൈഡ് ബൈ 7. ഓക്കെ. അപ്പോൾ ഇതാണ് ബേസിക് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പം ഇതാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ. ഇനി കുറച്ചും കൂടി നമ്മൾ ഒന്നുകൂടി നേരത്തെ നമ്മൾ സൈനും കോസും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? ഇൻ്റഗ്രേഷൻ്റെ സൈൻ. ഇപ്പോൾ നിങ്ങളോട് ആരെയും ചോദിക്കുകയാണ് എന്താണടാ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ? അപ്പോൾ നിങ്ങൾ വീണ്ടും ഇൻ്റഗ്രൽ സൈൻ ഇടുന്നു. സൈൻ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. ഒരു സാധനം പറയാൻ മറന്നുപോയി. ഇപ്പോൾ നമ്മൾ ഡിഫറൻസിയേഷൻ ഇല്ലേ? ഡിഫറൻസിയേഷനിൽ നമ്മളിപ്പം ഇത് നമ്മുടെ ആൻസറായി. എന്ത്? എക്സ് റേസ് ടു എൻ എന്താണെന്ന് ചോദിച്ചാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഇവിടെ ആൻസർ തീർന്നു. ഇതാണ് നിങ്ങൾ കംപ്ലീറ്റ് ആൻസർ. പക്ഷേ ഇൻ്റഗ്രേഷൻ നമ്മൾ എന്ത് പറയുമോ? നമുക്കൊരു ക്വാണ്ടിറ്റി എപ്പോഴും ഷോർട്ട് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് സി പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് സി വെറുതെ എഴുതും. ഒരു കോൺസ്റ്റൻറ്റ് എന്തോ ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ട് പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് സി പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് സി ഇങ്ങനെ വെറുതെ എഴുതിയിടും. ഓക്കെ. അപ്പോൾ സൈൻ എക്സ് ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് പ്ലസ് സി എന്ന് വെറുതെ നമ്മൾ എഴുതിയിടും. ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ സിംപ്ലി സൈൻ എക്സ് പ്ലസ് സി ആണ്. ഓക്കെ, ഇതൊക്കെ എവിടെയെങ്കിലും എഴുതി വെച്ചോ, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ട ഇവിടെ മൈനസ് കോസ് എക്സ് ആണ്. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ആണ്. അതായത് ഡിഫറൻസിയേഷൻ നമ്മൾ പഠിച്ചത് എന്താണ്? സൈൻ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? പ്ലസ് കോസ് എക്സ് ആണ്. ഇൻ്റഗ്രേഷൻ എന്താണ്? മൈനസ് കോസ് എക്സ് ആണ്. കോസ് എക്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താണ്? പ്ലസ് സൈൻ എക്സ് ആണ്. അപ്പം അതാ പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഇത് എഴുതി വെച്ചോ. കാരണം എന്തായാലും ഇനി ഭാവിയിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ കൺഫ്യൂഷൻ നിൽക്കണ്ട, എവിടെയെങ്കിലും സാധനം എഴുതി വെച്ചോ. അപ്പം ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയേ നിങ്ങൾക്ക് വേണ്ടുള്ളൂ. ഈ ഒരു സാധനം മാത്രമേ നിങ്ങൾക്ക് വേണ്ടൂ. ഞാൻ ഒന്നുകൂടി സാധനം ഒരു കൺസൈസ് ആയിട്ട് ചെയ്തു തരാം. എക്സ് റേസ് ടു എന്നിൻ്റെ ഡിഫറൻസിയേഷൻ ആണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് 1 എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഓക്കെ, പിന്നെന്താ വേണ്ടത്? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താടാ? ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് എന്താടാ? ഈസ് ഈക്വൽ ടു പ്ലസ് സൈൻ എക്സ്. ഇനി നമ്മുടെ ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 എന്നാണ്. ഓക്കെ, ഇനി ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് കോസ് എക്സ് ആണോ പ്ലസ് കോസ് എക്സ് ആണോ? എന്താണ്? അവിടെ ഞാൻ തിരിഞ്ഞു പോയോ? അയ്യോ സോറി മൈനസ് സൈൻ എക്സ്. ഓക്കെ, അപ്പം ഇനി സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എക്സ് പ്ലസ് സി എന്നാണ്. ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് ഡി എക്സ് എന്താടാ? ഈസ് ഈക്വൽ ടു പ്ലസ് സൈൻ എക്സ് പ്ലസ് സി ആണ്. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങളെ ബേസിക്കലി നിങ്ങൾക്ക് എന്ത് വേണ്ടുള്ളൂ? ബേസിക് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ ഇത്രയും സാധനങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ. ഓക്കെ, ഈ സാധനങ്ങൾ എവിടെയെങ്കിലും എഴുതുക. കാരണം ഒബ്വിയസ്ലി നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. എങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാവുക? പ്ലസ് സൈൻ എക്സ് ആണോ മൈനസ് സൈൻ എക്സ് ആണോ? അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പം ഇത് എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് പാടൊക്കെ ചെയ്യാൻ ഒരു ബേസിക്കലി ഇത്ര മാത്തമാറ്റിക്സ് അറിഞ്ഞാൽ മതി.
ഓക്കെ, നമ്മൾ കുറച്ചുകൂടി പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സാധനങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് മതി. ഓക്കെ, കുറച്ച് മാത്തമാറ്റിക്സ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ കാര്യങ്ങളോട് കിടക്കുകയാണ്. ഓക്കെ, ആടാ ഈ പ്ലസ് നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ പ്ലസ് സി എന്നുള്ള കോൺസ്റ്റൻറ്റ് അവിടെ ഉണ്ട് നമ്മൾ വിശ്വസിക്കുകയാണ്. ഓക്കെ, സോ വി ആർ ആക്ച്വലി കൺസിഡറിങ് ദാറ്റ് ദർ ഇസ് സംതിങ് കോൾഡ് ആസ് പ്ലസ് എ കോൺസ്റ്റൻറ്റ് സി അവിടെ ഉണ്ട്. വി ആർ ആക്ച്വലി അസ്യൂമിങ് ഇറ്റ്. ഓക്കെ, ഇറ്റ്സ് ബെറ്റർ യു റൈറ്റ്. ഓക്കെ, ഈവൻ ദോ ഇഫ് യു ഡോണ്ട് റൈറ്റ് ഓൾസോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി പീപ്പിൾ നോ ദാറ്റ് ഇറ്റ്സ് ആക്ച്വലി ദർ. ഓക്കെ, അല്ലടാ നിങ്ങൾ ആരും പേടിക്കേണ്ട, ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ മാത്തമാറ്റിക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും. ഓക്കെ, ഇതൊന്നും കണ്ട് നിങ്ങൾ ആരും എന്താവേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കെന്താണ് അപ്പം നമ്മളിനി മെക്കാനിക്സ് എന്നുള്ള ഭാഗം അല്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞു 47% ഓൾമോസ്റ്റ് അല്ലേ, ഒരു ഡാറ്റ പ്രകാരം ഒരു രണ്ട് കൊല്ലത്തെ ഡാറ്റ പ്രകാരം 47% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആർ ബേസിക്കലി മെക്കാനിക്സ്. ഈ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എത്ര പാടേ ഉള്ളൂടാ, വെറും 6 പാടേ ഉള്ളൂ. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഒരു ഐഡിയ വേണം. ഓക്കെ, അവിടെ നമ്മളില്ലേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആവും, എല്ലാതും ക്ലിയർ ആവും. നമുക്ക് അത്രയും അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങളപ്പം നമ്മൾ മെക്കാനിക്സ് എന്നുള്ള ഭാഗം, മെക്കാനിക്സ് എന്നുള്ള പാഠങ്ങൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദി മെക്കാനിക്സ് ചാപ്റ്റർ? ഇറ്റ് ഈസ് ബേസിക്കലി ഫസ്റ്റ് വൺ വിച്ച് ഈസ് വൺ ഡയമെൻഷണൽ മോഷൻ. പിന്നെന്താണ്? വാട്ട് ഇസ് സെക്കൻഡ് ചാപ്റ്റർ? ഇറ്റ് ഈസ് 2 dimensional മോഷൻ ഇൻ എ പ്ലെയിൻ എന്നൊക്കെ നമ്മൾ വിളിക്കും. തേർഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഓഫ് മോഷൻ ആണ്, ലോസ് ഓഫ് മോഷൻ. ഫോർത്ത് ചാപ്റ്റർ എന്താണ്? വർക്ക് എനർജി പവർ. വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ചാപ്റ്റർ? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. What is the sixth chapter? The sixth chapter is gravitation. So ഫിസിക്സിൽ ഏറ്റവും രസകരമായിട്ടുള്ള പാർട്ട് തന്നെയാണ്. നമുക്ക് ഭയങ്കര രസമാണ് ഈ ക്രോണോളജിക്കൽ ഓർഡർ പാഠങ്ങൾ പഠിക്കാൻ. ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്, നമ്മളെ കുറച്ച് ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കൊന്നുമില്ല, പക്ഷേ നമുക്ക് ആലോചിക്കാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി ഓരോ പാഠങ്ങളും എന്തൊക്കെയാണ് നിങ്ങൾ നോക്കിക്കാണേണ്ടത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം എന്താണ് വൺ ഡയമെൻഷണൽ മോഷൻ? അത് പാഠങ്ങൾ അർത്ഥത്തിലോട്ട് നമുക്ക് പോകാം. അല്ലെങ്കിൽ പാഠത്തിൽ എന്താണ് ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള ടോപ്പിക്കിലോട്ട് നമുക്ക് ബേസിക്കലി പോകാം. എന്താണ് വൺ ഡയമെൻഷണൽ മോഷൻ? ഓക്കെ, ആടെ വേണം ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി എന്ന് നിങ്ങൾ എഴുതണം. ഇൻ്റഗ്രേഷൻ എപ്പോഴും ചെയ്യുമ്പോൾ ഒരു പ്ലസ് സി സൈൻ നിങ്ങൾ എഴുതിയിരിക്കണം. പ്ലസ് സി എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, നമുക്കറിയാത്ത ഒരു കോൺസ്റ്റൻ്റ് നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ളൊരു സാധനമാണ്. ഓക്കെ, അവിടെ ഇൻ്റഗ്രേഷൻ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് തരാം. ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചൊരു ഇൻ്റഗ്രേഷൻ പ്രോബ്ലംസ് നിങ്ങൾക്ക് തരാം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇന്ന് ചെയ്യാം. ഓക്കെ, അവിടെ എക്സ് റേസ് ടു എൻ എന്നുള്ള ഭാഗത്ത് ഞാൻ സി എന്ന് എഴുതാൻ മറന്നുപോയതാണ്. ഓക്കെ, ഇനി മോഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ഡയമെൻഷൻ മോഷൻ? അത് നമുക്കറിയാം. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്പേസിൽ അല്ലേ, ഇപ്പോൾ ഞാനൊരു വിരലിങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്? ഇതൊരു 3D സാധനമാണ് അല്ലേ. നമുക്ക് ഒരുപാട് ആക്സസ് ഉണ്ട്. എന്താണ് ആക്സസ്? നമ്മൾ ശരിക്കും വിഷ്വലൈസ് ചെയ്യുന്നത് കുറേ കാര്യം നമ്മൾ വെറുതെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഇങ്ങനൊരു സാധനം ഇങ്ങനൊരു സാധനം പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ശരിക്കും നിങ്ങളത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിഷ്വലൈസ് ചെയ്യിപ്പിച്ചു തരാം. എനിക്ക് ഒരു 30 സെക്കൻഡ് കഴിയും, അപ്പോൾ ശരിയാക്കി തരാം. ഓക്കെ ഫൈൻ. അപ്പോൾ അതാ ഞാൻ ഇവിടെ ഒരു പെന്ന് വെച്ചിട്ട് ഒരു വിരൽ വെച്ച് ഈ ഒരു പോയിന്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ത് എന്നൊരു കറക്റ്റ് ഒരാൾക്ക് ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുക? ഞാൻ കാറ്റത്തേക്ക് ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ടെന്നോ അല്ല, ഞാൻ ആ മതിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എടുക്കും, അതൊരു എക്സ് ആക്സിസ് ആയി. ഞാൻ റൂഫിൽ നിന്നുള്ള ഒരു ദൂരം എടുക്കും, അപ്പോൾ ഒരു വൈ ആക്സിസ് ആയി. കഴിഞ്ഞോ അല്ലേ? ഇതൊരു 2D സാധനമാണ് അല്ലേ, ഇതൊരു പ്ലെയിനുള്ള സാധനമാണ് അല്ലേ. ഞാൻ ഈ ദൂരം എടുക്കും അല്ലേ. ഇപ്പം നോക്ക്, ഇപ്പം ഇതാണ് 3 ആക്സിസുകൾ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഒരു സെഡ് ആക്സിസ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? പെന്നിൻ്റെയും കുറച്ചുകൂടി മനസ്സിലാവുമായിരുന്നു. ഞാനെന്തായി കാണിക്കുന്നല്ലേ? എടാ ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഓക്കെ, ഇതാണ് എക്സ് ആക്സിസ്. ഓക്കെ, ഇതാണ് നമ്മൾ സാധാരണ നമ്മളൊരു പേപ്പറിൽ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. ഒരു പേപ്പറിൽ ഇതൊരു പ്ലെയിനുള്ള സാധനമാണ് അല്ലേ. എനിക്ക് ടേബിൾ വെച്ചാൽ ഇതാണ് വൈ ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ്. കഴിഞ്ഞു. ഇത് വെച്ച് നമുക്ക് ശരിക്കും ഒരു ബോഡി കറക്റ്റ് ഒരു ബോഡി ഇതാക്കാൻ പറ്റുമോ? ഇല്ല, നമുക്കൊരു ആക്സിസും വേണം. എന്ത്? വൈ ആക്സിസ് അല്ല, സെഡ് ആക്സിസ് എന്ന സാധനം വേണം. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യും
ഓക്കെ, ഇവിടെ ഒരു പേപ്പർ ഉണ്ട്. ഓക്കെ, ഈ പേപ്പറിന് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എന്ന് നിങ്ങളോട് ആരോ പറയുകയാണ്. ഈ പോയിന്റ് നിങ്ങൾ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുക? നിങ്ങളൊരു എക്സ് ആക്സിസ് വൈ ആക്സിസ് കോർഡിനേറ്റ് ഇതിനുണ്ടാവും. പിന്നെ എന്ത് വേണം? ഈ പേപ്പറിൻ്റെ എത്ര ഹൈറ്റിലാണ്, അല്ലെങ്കിൽ ഒരു സെഡ് ആക്സിസ് കോർഡിനേറ്റും വേണം. അതാണ് 3 ആക്സിസുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ 1 ഡയമെൻഷൻ മോഷൻ എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഡയമെൻഷനിൽ വേരിയബിൾ മാത്രമേ മാറുന്നുള്ളൂ, ഒരു കോർഡിനേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, ലെറ്റ്സ് സേ ഒരു എക്സാമ്പിൾ, ഞാൻ പ്രത്യേക ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഓക്കെ, ഇതൊരു പ്ലെയിനാണെന്ന് വിചാരിക്കുക, ഇതാണ് ഒറിജിൻ. ഓക്കെ, ഇതാണ് ഒറിജിൻ എന്ന് വിചാരിക്കുക. ഓക്കെ, 0,0 ഇതാണെന്ന് വിചാരിക്കുക. നമുക്ക് എന്തുണ്ട്? ഒരു എക്സ് ആക്സിസ് ഉണ്ട്, ഒരു വൈ ആക്സിസ് ഉണ്ട്. ഓക്കെ, അല്ലേ വേണ്ട, ഒരു എക്സ് ആക്സിസ്, ഒരു വൈ ആക്സിസ് ഉണ്ട്, ഒരു എക്സ് ആക്സിസ് ഉണ്ട്, ഒരു സെഡ് ആക്സിസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ലെറ്റ്സ് സേ ഇതിൻ്റെ എക്സ് ആക്സിസും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും ഒക്കെ ഒരു 5 വെറുതെ നിങ്ങൾ അസ്യൂം ചെയ്യും, ഒരു 5. ഓക്കെ, 5,5,5 ആണ് ഈ ബോഡിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യണം. ഇപ്പം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്ത് കോർഡിനേറ്റാണ് മാറിക്കൊണ്ടിരിക്കുന്നേടാ? നോക്കി, ഇത് വൈ കോർഡിനേറ്റ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് സെഡ് ആക്സിസ് ആണ്. ഒരു ബോഡി എന്ത് ചെയ്യണം? ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് കോർഡിനേറ്റ് മാറുന്നുള്ളൂ? ഈ എക്സ് കോർഡിനേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും ഇപ്പോൾ എന്ത് തന്നെയാണ് അല്ലേ? വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും എന്ത് തന്നെയാണ്? നേരത്തെ പറഞ്ഞ 5 തന്നെയാണ് അല്ലേ? ഞാൻ പൊന്തിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പോകുക എന്തെങ്കിലും ചെയ്തോ? ഇല്ല, ആ കോർഡിനേറ്റിനൊന്നും മാറ്റം വരുന്നില്ല, മറിച്ച് ഈ കോർഡിനേറ്റ് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഇതാണ് 1 ഡയമെൻഷൻ മോഷൻ. ഒരു കോർഡിനേറ്റിലെ സാധനം മാത്രമേ മാറുന്നുള്ളൂ എന്നുള്ള സാധനം. അവിടെ സെഡ് ആക്സിസ് ഇല്ലെങ്കിൽ ബേസിക്കലി അത് 2D ആണ്. ഓക്കെ, സെഡ് ആക്സിസ് അങ്ങനെ നമ്മൾ സ്പെസിഫൈ 3 ആക്സിസ് നമ്മൾ എടുക്കണം. ഓക്കെ, 3 ആക്സിസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളത് 3D ആണ്. 2 ആക്സിസ് മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ 2D ആണ്. ഓക്കെ, അപ്പം കുറച്ചുകൂടി ഒരു കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഒരു എക്സാമ്പിൾ തരാം. ഓക്കെ, ഇതൊരു വൈ കോർഡിനേറ്റ്, വൈ ആക്സിസ്. ഓക്കെ, ദിസ് ഈസ് എക്സ് ആക്സിസ്. ഓക്കെ, ഇനി ഇതാണ് സെഡ് ആക്സിസ് എന്ന് വിചാരിക്കും. ഓക്കെ, ഇതാണ് സെഡ് ആക്സിസ്. ഓക്കെ, നമ്മൾ 3 ആക്സിസ് ഉണ്ട്. ഈ പെന്നാണ് എന്ത്? വൈ ആക്സിസ്. ഈ റിമോട്ടാണ് എന്ത്? വൈ ആക്സിസ്, സെഡ് ആക്സിസ്. ഞാൻ എന്താ ഈ പറയുന്നത്? എക്സ്ക്യൂസ് മീ, സോറി ഫോർ ദാറ്റ്, ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നുണ്ടല്ലേ. ഓക്കെ, ലെറ്റ്സ് ക്ലിയർ. എല്ലാം മറക്കുക, ഫ്രഷ് ആയിട്ടിരിക്കുക. ഓക്കെ, ഇതാണ് വൈ ആക്സിസ്. ഓക്കെ, വൈ ആക്സിസ് ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് എക്സ് ആക്സിസ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് വൈ ആക്സിസുമായി എക്സ് ആക്സിസുമായി. ഇനി ഇതാണ് സെഡ് ആക്സിസ് എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനത്തെ ഒരു ആക്സിസ് അവിടെ ഉണ്ട്, എനിക്ക് പിടിക്കാൻ വയ്യ. ഓക്കെ, അങ്ങനത്തെ ഒരു ആക്സിസ് ഇവിടെ, ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ട്. ഞാൻ ഇവിടെ ഒരു പാർട്ടിക്കിളിനെ വെച്ചു, ഇവിടെ ഒരു പാർട്ടിക്കിളിനെ വെച്ചെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു പാർട്ടിക്കിളിനെ വിളിച്ചു. ഓക്കെ, അതിൻ്റെ കോർഡിനേറ്റ് 6,6,6 എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് സെഡ് ആക്സിസ്. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതിൻ്റെ കോർഡിനേറ്റ് എന്താണ്? ഞാൻ വെറുതെ അസ്യൂം ചെയ്തില്ലേ, 6,6,6 ആണ്. എന്നുവെച്ചാൽ എക്സ് ആക്സിസിൽ നിന്ന് 6 ദൂരമുണ്ട്, വൈ ആക്സിസിൽ നിന്ന് 6 ദൂരമുണ്ട്, സെഡ് ആക്സിസിൽ നിന്ന് 6 ദൂരമുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇതിൽ ഒരു കോർഡിനേറ്റ് വിത്ത് റെസ്പെക്ട് മാത്രം ബോഡി ഇങ്ങനെ മാത്രം മൂവ് ചെയ്യാണ്. എന്നുവെച്ചാൽ വൈ ആക്സിന് റെസ്പെക്റ്റ് ആയിട്ട് മാത്രം മൂവ് ചെയ്യാണ്. എന്ന് വെച്ചാൽ ഈ വൈ കോർഡിനേറ്റ് മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഒരു വൈ കോർഡിനേറ്റ്, ഇവിടെ നിൽക്കുമ്പോൾ വേറെ വൈ കോർഡിനേറ്റ്, അങ്ങനെ വൈ കോർഡിനേറ്റ് മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മോഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് 1 ഡയമെൻഷൻ മോഷൻ. ഒറ്റ കോർഡിനേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലായോ? അവിടെ റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്ട്രെയിറ്റ് റോഡ്, ഓക്കെ, ഒരു കയറ്റവും ഇല്ല ഇറക്കവും ഇല്ല ഒന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് നിങ്ങൾ ഓടുകയാണെങ്കിൽ എന്താ നിങ്ങൾ സംഭവിക്കുന്നത്? നിങ്ങൾ ഒരു കോർഡിനേറ്റ് മാത്രമേ മാറുന്നുള്ളൂ അല്ലേ? നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു എർത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളെ ഹൈറ്റും നിങ്ങളെ എന്താണ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നുള്ള വിടുത്തും ഒക്കെ നിങ്ങൾ എന്താണ് സെയിം ആണ്. അപ്പോൾ ഞാൻ നോക്കാം, ഇപ്പം എൻ്റെ ഈ മതിൽ നിന്ന് എന്നിലേക്ക് ഒരു 5 മീറ്റർ ദൂരം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 5 മീറ്റർ ദൂരമുണ്ട് ഈ മതിൽ നിന്ന് ഇങ്ങോട്ട്. ഓക്കെ, ഞാൻ ഭൂമിയിൽ നിന്ന് ഇപ്പം ഞാൻ ഒരു ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഭൂമിയിൽ നിന്ന് ഞാൻ 5 മീറ്റർ ഒരു പൊന്തി ആണ് നിൽക്കുന്നത്, ജസ്റ്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ മതിൽ നിന്ന് 5 മീറ്റർ ഈ എന്താണ് നമ്മളെ അടിയിൽ നിന്ന് എന്താണ് ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഞാൻ 5 മീറ്റർ നിൽക്കുകയാണ്. അപ്പോൾ ഇത് 5,5 ആണ് എൻ്റെ ഒരു ആക്സസ്. ഇനി ഞാൻ മുമ്പിലോട്ട് ഇങ്ങനെ ഓടുകയാണ്. ഓക്കെ, ഞാൻ എന്താണ് എൻ്റെ വേറൊരു ആക്സസിൽ ഞാൻ ഓടുകയാണ്. ഈ ആക്സിൽ 5 ദൂരം, ഈ ആക്സിസിലും 5 ദൂരം. ഞാൻ ഇനി എന്ത് ചെയ്യണം? ഈ ആക്സിൽ ഓടുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റെ ഇതും കോൺസ്റ്റൻ്റ് ആണ്, ഇതും കോൺസ്റ്റൻ്റ് അല്ലേ? ഞാൻ ഈ നിലയിൽ തന്നെ നിൽക്കുന്നത്, ഞാൻ 5 മീറ്റർ ആയിട്ടാണ് കാലാകാലം നിൽക്കുന്നത്. ഞാൻ ഈ മതിൽ നിന്ന് ഒരു 5 മീറ്റർ കോൺസ്റ്റൻറ്റ് മെയിൻറ്റെയിൻ ചെയ്താണ് ഓടുന്നത്. അപ്പോൾ എൻ്റെ ഒരു കോർഡിനേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. അതൊരു മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 1 ഡയമെൻഷണൽ മോഷനാണ് അല്ലേ? നമുക്ക്
ഇത്ര സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, സെഡ് ആക്സിസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ആക്സിലെ കോർഡിനേറ്റ് മാത്രം മാറുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം, മറ്റേ ആക്സിലെ കോർഡിനേറ്റ്സ് ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ മോഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് വൺ ഡയമെൻഷണൽ മോഷൻ. എന്ന് വെച്ചാൽ പച്ച ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, നമ്മൾ ജനറലൈസ് ചെയ്ത് വിളിക്കുന്നത്. ഒരു സ്ട്രേറ്റ് ലൈൻ വളയാണ്ടും തിരിയാണ്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്ത് മോഷനായിടാ? വൺ ഡയമെൻഷണൽ മോഷനായി. നിങ്ങൾ നോക്ക്, അപ്പോൾ നിങ്ങൾ 3D സാധനം കൺസിഡർ ചെയ്യേണ്ട, 3D സാധനം കൺസിഡർ ചെയ്യണ്ട, 2 ഡയമെൻഷനേ ഉള്ളൂ. ഓക്കെ, 3D സാധനമാണ് നിങ്ങൾ 3D സാധനം കൺസിഡർ ചെയ്യേണ്ട. എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. ഇതെന്താ ഇങ്ങനെ വരച്ചതെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ ഇങ്ങനെ ഞാൻ വരച്ചു തരാം. ഓക്കെ, ഒരു വൈ ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസ് ഉണ്ട്. ഓക്കെ, ഒരു മച്ചാൻ ഇവിടെ നിൽക്കുകയാണ്, ഒരാൾ ഇവിടെ നിൽക്കുകയാണ്. അയാളെ കോർഡിനേറ്റ് ഇനീഷ്യലി ഇപ്പം ഇതൊരു 2 ആയിക്കോട്ടെ, ഇതൊരു 2 ആയിക്കോട്ടെ. ഓക്കെ, ഇനീഷ്യലി അയാൾ 2,2ലാണുള്ളത്. എന്നിട്ട് അയാൾ ഇങ്ങനെ ഓടുക, സ്ട്രേറ്റ് ലൈനിൽ ഓടുകയാണ്. അപ്പോൾ അയാൾ ഏത് കോർഡിനേറ്റാണ് മാറുന്നത്? അയാളെ എക്സ് കോർഡിനേറ്റ് മാത്രമാണ് മാറുന്നത് അല്ലേ? അയാളെ വൈ കോർഡിനേറ്റ് മാറുന്നുണ്ടോ? ഇല്ല, വൈ കോർഡിനേറ്റ് എപ്പോഴും ഇതാ 2 തന്നെയാണ് അല്ലേ? അയാൾ ഇങ്ങനെ ഓടുകയാണെങ്കിൽ വൈ കോർഡിനേറ്റ് എപ്പോഴും 2 തന്നെയാണ്. എന്ത് കോർഡിനേറ്റ് മാത്രമാണ് മാറുന്നത്? എക്സ് കോർഡിനേറ്റ് മാത്രമാണ് മാറുന്നത്. സോ ബേസിക്കലി മോഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്നാണ്. ഓക്കെ, മോഷൻ ഇൻ എ സിഗ്സാഗ് റോഡൊക്കെ ആണെങ്കിൽ 2D ആണ്, 2D സാധനമാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ നോക്ക്, ഞാൻ ഇങ്ങനെ നേരെ പോകണേ, അങ്ങനെ നേരെ പോകണം, പെട്ടെന്ന് ഞാൻ വളയാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തായി? എൻ്റെ എക്സ് കോർഡിനേറ്റ് മാറി, വൈ കോർഡിനേറ്റ് മാറി. അപ്പോൾ എന്ത് മോഷനായിടാ? അത് 2D മോഷനായി. ഓക്കെ, ഞാൻ അങ്ങനെ സ്ട്രേറ്റ് പോയപ്പോൾ ഇതാ വണ്ടി 2D വണ്ടി 2D ഇതാ, അത് 2D ആയി. ഈ സാധനം 2D ആയി. എൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കോൺസ്റ്റൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇനി ഇതാ ഞാൻ ഇങ്ങനെയൊക്കെ പോകണേ, എയറിൽ സ്പേസിലൊക്കെ ഇങ്ങനെ പലവരും പോകണേ. ഇത് എന്ത് മോഷനാടാ? ഇതൊരു 3D മോഷനാണ് അല്ലേ? കാരണം എൻ്റെ എല്ലാ കോർഡിനേറ്റും മാറിക്കൊണ്ട്, എൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, സ്ട്രേറ്റ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോർഡിനേറ്റ് മാത്രമേ മാറുന്നുള്ളെങ്കിൽ ആ മോഷൻ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് വൺ ഡയമെൻഷണൽ മോഷൻ. 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ 2 കോർഡിനേറ്റ് മാറുന്നുണ്ട് അല്ലേ? അത് എക്സും ആവും, വൈയും ആവും, അല്ലെങ്കിൽ വൈയും ആവാം, സെഡും ആവും, അല്ലെങ്കിൽ എക്സും ആവും, സെഡും ആവും. അങ്ങനെ ഏതൊക്കെ 2 കോർഡിനേറ്റ് മാറുകയാണെങ്കിലും ആ മോഷൻ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണെങ്കിൽ എന്താണ്? ആ വൺ ഡയമെൻഷണൽ മോഷനാണ്. നിങ്ങളൊരു ഹൈവേ, സ്ട്രെയിറ്റ് ഹൈവേ, ഓക്കെ, കൊച്ചിക്ക് നിങ്ങൾ പോവുകയാണ്, ഒരു സ്ട്രെയിറ്റ് ഹൈവേയിൽ നിങ്ങൾ ഇങ്ങനെ പോവുകയാണ്, വളയിലും തിരിയിലും ഒന്നുമില്ല, പക്ക സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ അതെന്താണ്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതെന്താണ്? വൺ ഡയമെൻഷണൽ മോഷനാണ്. നിങ്ങൾ ഒരു കോർഡിനേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. നിങ്ങളൊന്ന് വളഞ്ഞു അല്ലെങ്കിൽ റൗണ്ട് അബൌട്ട് കറങ്ങി, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ എക്സ് കോർഡിനേറ്റ് മാറി, വൈ കോർഡിനേറ്റ് മാറി, അപ്പോൾ അതെന്ത് മോഷനായിടാ? അതൊരു 2 ഡയമെൻഷണൽ മോഷനായി. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ നമ്മൾ വൺ ഡയമെൻഷണൽ മോഷൻ പാഠത്തിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു എന്നുള്ള ബ്രീഫ് ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരാം. ഇതാണ് ഞാൻ പറഞ്ഞ മെക്കാനിക്സ് പാഠത്തിൻ്റെ, മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 6 പാഠത്തിൻ്റെ അടിത്തറ, അത് ബേസ് ഓഫ് വാട്ട് മെക്കാനിക്സ് ആണ് വൺ ഡയമെൻഷണൽ മോഷൻ. സോ വൺ ഡയമെൻഷണൽ മോഷനിലെ എല്ലാ ക്വാണ്ടിറ്റിയും നിങ്ങൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. നിങ്ങളിതൊക്കെ എവിടെ പഠിച്ചതാണ്? 9th പഠിച്ചതാണ്. പക്ഷേ എനിക്ക് നല്ലോണം അറിയാം, ഒരു കുട്ടിക്കും ഒരു ചുക്കും ഓർമ്മയില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നും അറിയാത്ത പോലെ, ഒരു പൊട്ടനെ പഠിപ്പിക്കുന്ന പോലെ ആയിരിക്കും ഞാൻ പഠിപ്പിക്കുന്നുണ്ടാവുക. അവിടെ ഞാൻ പൊട്ടനെ നിങ്ങളങ്ങനെ കളിയാക്കാണ്ട് വിളിച്ചതല്ല. നിങ്ങൾക്ക് ഒന്നും അറിയാത്തൊരു കുട്ടിയാണ് നിങ്ങൾ. ഓക്കെ, ഒന്നും അറിയാത്തൊരു കുട്ടീനെ എങ്ങനെ പഠിപ്പിക്കുന്നു അങ്ങനെ മാത്രം നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കാം. ഓക്കെ, ചിലപ്പോൾ കുറച്ച് ബോറായിരിക്കും, പക്ഷേ നമുക്ക് കാര്യങ്ങൾ അത്രയും ഡെപ്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പാഠത്തിന് എങ്ങനെ ഞാൻ ഡിവൈഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇതിൽ ബേസിക്കായിട്ട് കുറച്ച് ഡെഫിനിഷൻസ് ആണ് നിങ്ങൾ പഠിക്കണം. ഡെഫിനിഷൻസ് അതിലെന്ന് പറയുമ്പം ഡിസ്റ്റൻസ് എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ, വെലോസിറ്റി എന്താ, ആക്സലേഷൻ എന്താ, അവർ തമ്മിലുള്ള റിലേഷൻ എന്താ, അങ്ങനത്തെ കുറച്ച് ബേസിക്കായിട്ട് നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് അറിവുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങൾ ഫസ്റ്റായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞ ഒരു മച്ചാനെ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമതായിട്ട് നിങ്ങൾ പഠിക്കുന്ന ഗ്രാഫിക്കൽ ഏരിയ ആണ്. ഓരോ ഗ്രാഫ് ഉണ്ട്, എക്സ് ടി ഗ്രാഫ്, വി ടി ഗ്രാഫ്, എ ടി ഗ്രാഫ്, അങ്ങനത്തെ കുറച്ച് ഗ്രാഫുകളുണ്ട്. നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ പാഠത്തിൻ്റെ എന്താ പറയുക, ഒരു സോൾ എന്ന് പറയുന്നത് അതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ. 3 ഇക്വേഷൻ അല്ലേ, ഞാൻ നിങ്ങൾ പറഞ്ഞു V = U + AT, S = UT + ½ AT², ആ സാധനങ്ങളൊക്കെ പറയുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ. ഈ 4 കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഈ പാഠം കയ്യിൽ കിട്ടും. ഈ പാഠം കയ്യിൽ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് ക്രമേണ നിങ്ങൾക്ക് മെക്കാനിക്സ് എന്നുള്ള സാധനം ബിൽഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും നേരങ്ങൾ ചിലപ്പം TV കണ്ടിട്ടൊക്കെ വന്ന് കാണുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ദയവ് ചെയ്ത് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം അറിയുന്നതാണ് ഇതിൽ മാത്രം അത്രയും ബേസായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും അറിയാത്തൊരു കുട്ടിയെ ഞാൻ എങ്ങനെ പഠിപ്പിക്കുന്നുവോ അങ്ങനെ മാത്രം ഞാൻ നിങ്ങൾ പഠിപ്പിക്കുകയുള്ളൂ. അപ്പം എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കി കാണാം. കുറച്ചുകൂടി പിക്ചറൽ റെപ്രസെൻറ്റേഷൻ, ഞാൻ ഡേ ടു ഡേ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫസ്റ്റായിട്ട് നമ്മൾ അറിയേണ്ടത് ഇനി ഫസ്റ്റ് നമ്മൾ എന്താണ്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞുള്ള കുറച്ച് ഡെഫിനിഷൻസ് ആണ്.
അവിടെ നിങ്ങൾ എന്തൊക്കെ പഠിക്കാനുണ്ട്, ആ ഡെഫിനേഷൻ നിങ്ങൾ എന്തൊക്കെ പഠിക്കാനുണ്ട്, ഭയങ്കര സിമ്പിളായിട്ട്. ഓക്കെ, ഡിസ്റ്റൻസ് നിങ്ങൾ പഠിക്കുകയാണ്, കഷ്ടപ്പെട്ട് പഠിക്കുക, അയ്യോ പഠിക്കുകയാണ് എന്നുള്ള മെൻറ്റാലിറ്റി ഒന്നും ഇരിക്കേണ്ട, കുറച്ച് ചില്ലായിട്ട് ഇരുന്നാൽ മതി. കാരണം അങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങൾ സിമ്പിൾ രീതിയിൽ മാത്രമേ ഞാൻ പറയുള്ളൂ. കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. ഡിസ്റ്റൻസ് ഉണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, പിന്നെ ഡിസ്റ്റൻസിൻ്റെ കുടുംബമായിട്ടുള്ള സ്പീഡ് ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കുടുംബമായിട്ടുള്ള വെലോസിറ്റി ഉണ്ട്, ഈ വെലോസിറ്റീൻ്റെ വേറൊരു അകന്ന കുടുംബമായിട്ടുള്ള ആക്സിലറേഷൻ ഉണ്ട്, വെലോസിറ്റിയും സ്പീഡിൻ്റെയും ഒരു അകന്ന ബന്ധുവായിട്ടുള്ള ഒരു ആക്സിലറേഷൻ ഉള്ള സാധനമുണ്ട്. ഇത്ര സാധനങ്ങളാണ് നിങ്ങൾക്ക് ബേസിക്കലി ഡെഫിനേഷൻ രീതിയിൽ പഠിക്കാനുള്ളൂ. എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസിൻ്റെ കുടുംബമായിട്ടുള്ള സ്പീഡും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കുടുംബമായിട്ടുള്ള വെലോസിറ്റിയും, സ്പീഡിൻ്റെ വെലോസിറ്റിയും ഒരു അകന്ന കുടുംബമായിട്ടൊരു ആക്സിലറേഷൻ. ഇതാണ് നിങ്ങൾക്ക് ഡെഫിനേഷൻ എന്നുള്ള ഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഡിസ്റ്റൻസ്? അല്ലെ, നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ള ഒരു ക്ലാസ്സിക്കൽ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടുന്ന് ഒരാളെ പിക്ക് ചെയ്യാം. അമൻ ഹസൻ, കുറേ നേരമായി അവൻ ഇങ്ങനെ ചാറ്റ് ചെയ്ത് കളിക്കുന്നു. ഓക്കെ, നമുക്ക് ഒരു കുട്ടിയുണ്ട് ഇവിടെ. ഓക്കെ, അവൻ്റെ പേര് അമൻ ഹസൻ എന്നാണ്. ഓക്കെ, അമൻ അഹസൻ എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയുണ്ട്. ഓക്കെ, അവൻ എന്ത് ചെയ്യണം? അവൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അവൻ എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതെൻ്റെ വീടാണെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് നമ്മൾ ഒരു ഒറിജിനായി കൺസിഡർ ചെയ്യാം. അവൻ്റെ വീട് 0,0 അവൻ നടന്ന് പോയി എവിടെ എത്തി? ഒരു സ്കൂളിലെത്തി. ഓക്കെ, സ്കൂളിലെത്തി, അങ്ങനെ നടന്ന് പോയി സ്കൂളിലെത്തി. ഓക്കെ, സ്കൂളിൽ നിന്ന് അവൻ നടന്ന് വൈകുന്നേരം ഒരു ട്യൂഷനിലെത്തി. ഓക്കെ, ട്യൂഷനിലെത്തി. പിന്നെ അവൻ നടന്നാണ് അവൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ മീൻ വാങ്ങിക്കണമെന്ന്. അങ്ങനെ അവൻ ഒരു മാർക്കറ്റിൽ പോയി. ഓക്കെ, ഇങ്ങനെ മാർക്കറ്റിൽ പോയി. ഓക്കെ, ഇനി അവൻ നടന്ന് അവൻ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. മീനുമായിട്ട് വീട്ടിൽ പോകേണ്ട അവൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു. ഓക്കെ, ഇതാണ് അവൻ്റെ പാത്ത് ഓഫ് മോഷൻ. ഓക്കെ, അവൻ്റെ പാത്ത് ഓഫ് മോഷൻ ആദ്യം സ്കൂളിൽ പോയി, സ്കൂളിൽ നിന്ന് ട്യൂഷൻ പോയി, ട്യൂഷനിൽ നിന്ന് മാർക്കറ്റിൽ പോയി, മാർക്കറ്റിൽ നിന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. ഇതാണ് അവൻ്റെ പാത്ത് ഓഫ് മോഷൻ. ഇതാണ് അവൻ്റെ പാത്ത് ഓഫ് മോഷൻ. അപ്പോൾ നിങ്ങളുടെ ആരും ഡിസ്റ്റൻസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ അമൻ ഹസൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് അതിൻ്റെ ആൻസർ പറയേണ്ടത്? ഡിസ്റ്റൻസ് ഇസ് ദി, അതിൻ്റെ വേർഡിങ് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് എന്താണ്? വേർഡിങ് എന്താണ്? ആക്ച്വൽ പാത്ത് കവേർഡ്. ആക്ച്വൽ പാത്ത്, യഥാർത്ഥ എന്ത് വഴി അല്ലേ? അപ്പോൾ ആക്ച്വൽ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദിസ്, ഇറ്റ് ഈസ് ദിസ്, ഇറ്റ് ഈസ് ദിസ്, ഇറ്റ് ഈസ് ദിസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്ലസ് ചെയ്ത് തരാണ് നിങ്ങൾക്ക് ആക്ച്വൽ പാത്ത് കിട്ടുക. അപ്പം ഈ ഒരു ദൂരത്തിനെ സ്നേഹത്തോടെ എ എന്ന് വിളിച്ചോട്ടെ, ഈ ദൂരത്തിനെ ബി എന്ന് വിളിച്ചോട്ടെ, ഈ ദൂരത്തിനെ സി എന്ന് വിളിച്ചോട്ടെ, ഈ ദൂരത്തിനെ ഡി എന്ന് വിളിച്ചോട്ടെ. അപ്പം ആരെങ്കിലും ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്റ്റൻസ് കവർഡ് ബൈ അമൻ ഹസൻ എന്ന് ചോദിക്കേണ്ടത് സിംപ്ലി എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി അല്ലെ? ആക്ച്വൽ പാത്ത് കവർ ചെയ്യണം. എങ്ങനെയൊക്കെ വളഞ്ഞ് തിരിഞ്ഞു പോയാലും എല്ലാം നമ്മൾ പ്ലസ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആകെ ദൂരെ സഞ്ചരിച്ചതാണ് ഡിസ്റ്റൻസ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതാ അമൻ ഫൈനലി എവിടെയാണ് ഉള്ളത്? ഇവിടെയാണ് ഉള്ളത്. അമൻ എവിടെ നിന്നാണ് തുടങ്ങിയത്? ഹോമിൽ നിന്നാണ് തുടങ്ങിയത്. ഈ ബേസിക് ദൂരം, ഇത് മിനിമം ഡിസ്റ്റൻസ്. എന്താണ് വാക്ക്? എന്താണ് അവിടുത്തെ വാക്ക്? എന്താണ് മിനിമം? മാക്സിമം അല്ല. നമുക്ക് നോക്ക്, ഇപ്പോൾ അവൻ തുടങ്ങിയ ഹോം ഇവിടും അവൻ്റെ ഫൈനലായിട്ടുള്ള ഫ്രണ്ടിൻ്റെ വീട് ഇവിടെയോ ആണെന്ന് വിചാരിക്കുക. അതേ സെയിം സാധനം അങ്ങോട്ട് മാറ്റി വിചാരിക്കുക. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വര വരയ്ക്കാം. ഇങ്ങനെ ഒരു വര വരയ്ക്കാം, അയ്യോ അവിടെ പോയി, ഇങ്ങനെയൊക്കെ ഒരു വര വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വര വരയ്ക്കാം. എങ്ങനെ വേണം ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പോയിന്റ് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കണ്ടീഷൻ എന്തായിരിക്കണം? മിനിമം ഡിസ്റ്റൻസ് അല്ലേ? 2 പോയിന്റ് നമ്മളുടെ മിനിമം ഡിസ്റ്റൻസ് നമുക്ക് ആരാ തരിക? ഒരു സ്ട്രെയിറ്റ് ലൈനാണ് തരിക. അത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് അല്ലേ? 2 പോയിന്റ് നമ്മളുടെ ഏറ്റവും മിനിമം ദൂരം നമുക്ക് ആരാ തരിക? ഒരു സ്ട്രെയിറ്റ് ലൈൻ തരിക. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന മച്ചാൻ എന്താണെടാ? ഇറ്റ് ഇസ് എ മിനിമം ഡിസ്റ്റൻസ്. എന്താണ് മിനിമം ഡിസ്റ്റൻസ്? എന്താണ്? ബിറ്റ്വീൻ ദി ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ദി ഫൈനൽ പോയിന്റ് അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ? ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കോണം. ഒരു സിമ്പിൾ കാര്യം പറഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് 2 ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. സ്കേലാർ ക്വാണ്ടിറ്റീസ് ഉണ്ട്, വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഉണ്ട്. എന്താണ് ഈ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ? സ്കേലാർ ക്വാണ്ടിറ്റീസിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി, അതിൻ്റെ അളവ് മാത്രം.
അപ്പോൾ 5 കിലോ, ഒരു ബോഡിയുടെ മാസ് 5 കിലോ എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ പോയിന്റ് ഓഫ് കൺസേൺ എന്താണ്? ആ 5 എന്നുള്ള സംഖ്യയോടാണ്, ആ മാഗ്നിറ്റ്യൂഡിനോടാണ്. ഇനി വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിലുപരി എന്തിനു കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡയറക്ഷനിൽ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബോത്ത് മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ. ഓക്കെ, ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ് ഒരു ഫോഴ്സ്, ഈ ഒരു സാധനത്തിൽ ഫോഴ്സ് ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളാരും പറയുകയാണ്. അപ്പോൾ നിങ്ങളെ കൺസേൺ 5 ന്യൂട്ടൺ, 5 എന്നുള്ള വാല്യൂ മാത്രമാണോ? ഇല്ല, ആ ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഇങ്ങോട്ടാണോ, ഇങ്ങോട്ടാണോ, ഇങ്ങോട്ടാണോ? അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ഷനും നമ്മൾ മൈൻഡ് ആക്കണം, മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ മൈൻഡ് ആക്കണം. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡിനെ മാത്രം നമ്മൾ മൈൻഡ് ആക്കിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇനി നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇപ്പോൾ 2 സാധനം പഠിച്ചു അല്ലേ? ബേസിക് ആയിട്ട് 2 സാധനം പഠിച്ചു. ഡിസ്റ്റൻസ് എന്നുള്ള സാധനം പഠിച്ചു, ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള സാധനം പഠിച്ചു. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താടാ? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അമൻ സഞ്ചരിച്ച ദൂരം 20 കിലോമീറ്റർ ആണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 20 കിലോമീറ്റർ മാത്രം നോക്കണ്ടോ? ഡിസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം 20 കിലോമീറ്റർ എന്നുള്ള മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ എന്താവുന്നുള്ളൂ നോക്കുന്നുള്ളൂ. അത് അവൻ എങ്ങനെയൊക്കെ പോയി എന്നൊന്നും നമുക്ക് അറിയണ്ട. ആക്ച്വൽ ദൂരം സഞ്ചരിച്ച എന്താണ്? 20 ദൂരമാണ്. ഓക്കെ, പ്ലസ് നമ്മൾ എങ്ങനെയൊക്കെ പോയാലും, ഇപ്പോൾ അമൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി, പിന്നെ ഇങ്ങനെ പോയി, പിന്നെ ഇങ്ങനെ പോയി, പിന്നെ ഇങ്ങനെ പോയി, എങ്ങനെ പോയാലും ഡയറക്ഷൻ എന്തായാലും നമ്മൾ ആകെ പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തല്ല, വെറുതെ കിടന്ന് ആഡ് ചെയ്യുക, എങ്ങനെയല്ലേ സാധനം ആഡ് ചെയ്യുക, ഡയറക്ഷൻ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. മറിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെയാണോ? ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെയല്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഒരു ബേസിക് സാധനമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് എന്തിനെ ബാധിക്കുന്നുണ്ടാ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒപ്പം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടി നിങ്ങൾ ഈസിയായി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ അതാ അമ്മൻ്റെ ഡിസ്റ്റൻസ് 20 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഞാൻ 2 സിനാരി തരാം. അമ്മൻ്റെ ഡിസ്റ്റൻസ് 20 കിലോമീറ്റർ ആണെന്ന് നിങ്ങൾ ആരോ പറഞ്ഞു. ഓക്കെ, അപ്പം അമ്മൻ ആദ്യം 5 കിലോമീറ്റർ ഇങ്ങനെ നടന്നു, പിന്നത്തെ 5 കിലോമീറ്റർ ഇങ്ങനെ നടന്നു, പിന്നത്തെ 5 കിലോമീറ്റർ ഇങ്ങനെ നടന്നു, പിന്നത്തെ 5 കിലോമീറ്റർ ഇങ്ങനെ നടന്നു. ഓക്കെ, 5 കിലോമീറ്റർ ഇങ്ങനെ. അപ്പോൾ ഡിസ്റ്റൻസ് നോക്കിയപ്പോൾ 5 + 5 + 5 + 5 ഇതാണ് ഡിസ്റ്റൻസ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാലോ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഇവിടുത്തെ ഇനീഷ്യൽ പോയിന്റ് തന്നെ ഫൈനൽ പോയിന്റ് തന്നെ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 0 ആണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താടാ? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി വേറെ സിനാരി വരാം. അവൻ എന്ത് ചെയ്യാണ്? 5 കിലോമീറ്റർ ഇങ്ങനെ നടന്നു, അടുത്ത 5 കിലോമീറ്റർ ഇങ്ങനെ നടന്നു, അടുത്ത 5 കിലോമീറ്റർ ഇങ്ങനെ നടന്നു, അടുത്ത 5 കിലോമീറ്റർ ഇങ്ങനെ നടന്നു. ഇവിടുത്തെ ഡിസ്റ്റൻസ് 20 കിലോമീറ്റർ ആണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് 20 കിലോമീറ്റർ ആണോ? അല്ല, ഇതാണ് ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താടാ? ഇതന്നെയാണ്, വീണ്ടും 20 കിലോമീറ്റർ ആണ്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള സാധനം എന്തിനെ പിടിച്ചു? ഡയറക്ഷൻ എന്ന സാധനത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മനസ്സിലായോ? ഓക്കെ, ഡിസ്റ്റൻസ് മനസ്സിലായോ? അപ്പം അതാണ്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള സാധനത്തിന് ആരും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം ആരെ മാത്രമേ നോക്കുള്ളൂ? മാഗ്നിറ്റ്യൂഡ് എന്നുള്ള സാധനത്തിനെ മാത്രമേ നോക്കേണ്ടതുള്ളൂ. ഒരു സ്കേലാറാണ്. അതാണ് ഈ സാധനം, സ്കേലാർ സാധനമാണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ മച്ചാൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് സാധനം എന്താണ്? മാഗ്നിറ്റ്യൂഡ് നോക്കും, അതിനൊപ്പം അവൻ എന്തിനും നോക്കണം? നമ്മൾ ഡയറക്ഷൻ എന്നുള്ള സാധനം നോക്കണം. അപ്പോൾ അതിന് നമ്മൾ സ്നേഹത്തോടെ എന്ത് വിളിക്കും? ഒരു വെക്ടറാണ്. ഓക്കെ, ഈ വെക്ടറിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. സ്കേലാർ എന്നുള്ള സാധനം നമുക്ക് വെറുതെ ആഡ് ചെയ്യാം, എങ്ങനെയല്ല നമുക്ക്. ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചു, എങ്ങനെയൊക്കെ പോലെ നമ്മളെ എയിം എന്താണ്? വെറുതെ കിടന്ന് ആഡ് ചെയ്യുക, ഇത് ആഡ് ചെയ്യുക, ഇത് ആഡ് ചെയ്യുക, ഇത് ആഡ് ചെയ്യുക, ഇത് ആഡ് ചെയ്യുക, വെറുതെ കിടന്ന് ആഡ് ചെയ്യാം അല്ലേ? നമുക്ക് വെറുതെ സാധാ മാത്തമാറ്റിക്സ് ആയിട്ട് ആഡ് ചെയ്യാം. പക്ഷേ വെക്ടർ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വെക്ടറിന് എന്ത് വേണം? കുറച്ച് വെക്ടർ റൂൾസ് ഓഫ് അഡീഷൻ, വെക്ടർ റൂൾസ് ഓഫ് സബ്ട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മോഷൻ 2Dയിൽ പഠിക്കും, അതവിടെ പഠിച്ചാൽ മതി. അപ്പം ഈ വെക്ടറിൻ്റെ ഏറ്റവും ബേസിക്സ് ആണ് എന്താ പറയുക? വെക്ടറിന് എപ്പോഴും നമ്മൾ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യണം. ഇപ്പോൾ ഞാനില്ലേ, ഇപ്പോൾ വെറുതെ ഡിസ്പ്ലേസ്മെൻറ്റ് 5 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് കൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞാൽ മാത്രമേ അതൊരു കംപ്ലീറ്റ് ആൻസർ ആവുള്ളൂ. അപ്പം അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഞാൻ ഏതിനെ സെൻറ്റൻസ് അതേപോലെ വായിച്ചോ. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ഫ്രം ഇനീഷ്യൽ പോയിൻ്റ്. എന്താണെടാ? ഇനീഷ്യൽ പോയിൻ്റ് ടു ഫൈനൽ പോയിൻ്റ് എന്നാണ്. ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലോട്ടാണ് എപ്പോഴും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ അമ്മൻ നേരത്തെ നടന്നു, എവിടെ നടന്നു? ഇതാ ഈ സാധനം നോക്കാം. ഓക്കെ, അവൻ നടന്ന് എവിടെ നിന്ന്? പോയി, സ്കൂളിൽ പോയി, ട്യൂഷൻ പോയി, മാർക്കറ്റിൽ പോയി, എന്ത് ചെയ്തു? ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ഏതാടാ? ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ഇത്
ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ഇത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇതൊന്ന് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഓൾവേസ് ഡയറക്റ്റ് ഫ്രം ദി ഇനീഷ്യൽ പോയിന്റ് ടു ദി ഫൈനൽ പോയിന്റ്. അപ്പോൾ ഇതാണ് സാധനം, ഇതാണ് ഡയറക്ഷൻ. ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലോട്ടാണ് ഡയറക്ഷൻ. എപ്പോഴും ഇതായിരിക്കും സൈൻ ഉണ്ടാവുക. ഓക്കെ, അതൊരിക്കലും ഈ ഒരു സാധനം ഒരിക്കലും മറക്കാം. കാരണം ഈ ഒരു സാധനം ഇല്ലേ, പല റിപ്പീറ്റർ കുട്ടികൾക്ക് പോലും അറിയാത്തൊരു സാധനമാണ്. അത് ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഏതൊരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കൺസെപ്റ്റ്സ് നമ്മൾ മനസ്സിലാക്കണം. അവരിങ്ങനെ ഡിസ്റ്റൻസ് എനിക്കറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് എനിക്കറിയാം, സ്പീഡ് ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ഒരു സാധനം വിട്ടുപോകും. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ എപ്പോഴും ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലാണ്. അതിന് ഒരുപാട് റെലവൻസ് ഉണ്ട്. നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സൈൻ കൺവെൻഷൻ ഒരുപാട് പ്ലസ് സൈൻ മൈനസ് സൈൻ ഒക്കെ ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സൈനിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. ഓക്കെ, അപ്പം എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് ആലോചിക്കാൻ കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താടാ, ഇറ്റ്സ് ഓൾവേസ് ഡയറക്റ്റ് ഫ്രം ദി ഇനീഷ്യൽ പോയിന്റ് ടു ദ ഫൈനൽ പോയിന്റ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഡിസ്റ്റൻസിൻ്റെ കുടുംബമാണ് ആര്, ഡിസ്റ്റൻസിൻ്റെ കുടുംബമാണ് ആര്, സ്പീഡ് അല്ലേ, ഡിസ്റ്റൻസിൻ്റെ കുടുംബമാണ് സ്പീഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് കുടുംബമാണ് ആര്, വെക്റ്റർ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ, ഡിസ്റ്റൻസ് ഒരു സ്കേലാറാണെങ്കിൽ സ്പീഡും എന്താടാ, സ്പീഡും ഒരു സ്കേലാറാണ്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിക്കോ. സോറി, ഡിസ്പ്ലേസ്മെൻറ്റ് കുടുംബം ആരാണ്, വെലോസിറ്റി അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് കുടുംബം നേരത്തെ ഞാൻ പഠിപ്പിച്ചു അല്ലേ, വെലോസിറ്റി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്ടർ ആണെങ്കിൽ നമ്മൾ വെലോസിറ്റി മച്ചാനും ആരാടാ, വെലോസിറ്റി മച്ചാനും ഒരു വെക്ടർ ആകുന്നു. ഓക്കെ, ഇത്ര അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾ വെറുതെ നമ്മൾ കുറേ കാലങ്ങളായിട്ടുള്ള കേട്ടൊരു സിമ്പിൾ സാധനമാണ് പഠിപ്പിച്ചുള്ളത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്കേലാറാണ്, ആക്ച്വൽ പാത്ത് കവേർഡ് ആണ്, നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അപ്പോൾ അവൻ സഞ്ചരിച്ച ദൂരം 30 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ പോയി ഒന്നും അറിയണ്ട, 30 കിലോമീറ്റർ അവൻ സഞ്ചരിച്ചു അല്ലേ. എങ്ങനെയൊക്കെ പോയാലും അവസാനം നമ്മളെല്ലാം ആഡ് ചെയ്യുക അല്ലേ, 5 കിലോമീറ്റർ 5 കിലോമീറ്റർ 5 കിലോമീറ്റർ 5 കിലോമീറ്റർ അങ്ങനെ നമ്മൾ വെറുതെ ആഡ് ചെയ്ത് പോവുക. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണക്ക് കൂട്ടി നമുക്ക് 2 ഡാറ്റ വേണം. വെറുതെ 5 5 5 5 പോരെ, നമുക്ക് എന്ത് വേണം, ഡയറക്ഷൻ വേണം, എങ്ങനെയൊക്കെയാണ് അവൻ പോയിട്ടുള്ളത് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള മിനിമം ദൂരം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഈ ഡിസ്റ്റൻസിൻ്റെ കുടുംബമാണ് സ്പീഡ്, ഡിസ്പ്ലേസ്മെൻറ്റ് കുടുംബമാണ് വെലോസിറ്റി. അപ്പോൾ സ്പീഡ് എന്താണ്, ഒരു സ്കേലാറാണ്, വെലോസിറ്റി എന്താണ്, ഒരു വെക്ടറാണ്. ഓക്കെ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? വേഗം പറയും, വേഗം പറയും. കാരണം നമ്മുടെ ക്ലാസ് പറഞ്ഞിട്ടില്ല, ആക്ച്വലി പറഞ്ഞിട്ട് മാക്സിമം 1 hour എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ കേസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു 1/2 മണിക്കൂറും ക്ലാസ് എടുക്കാം, കുറച്ചുകൂടി നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്താണ് താല്പര്യം? വേഗം പറയും, വേഗം പറയും. ആൻസർ മീ ഫാസ്റ്റ്. വേറെ റെസ്പോണ്ട് ചെയ്യടാ. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്യാം അല്ല, ഒരു 5 മിനിറ്റ് ക്ലാസ് എടുക്കാം. 5 മിനിറ്റ് അല്ല, ഐ മീൻ ഒരു മാക്സിമം ഒരു ½ an hour. ഓക്കെ, ഇനി സ്പീഡ്. ഞാൻ പറഞ്ഞു എന്താണ്, ഡിസ്റ്റൻസിൻ്റെ കുടുംബമാണ് സ്പീഡ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ നോക്കുകയാണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് എന്നൊരാൾ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. ഇവർ തമ്മിലുള്ള ബന്ധം അതാണ്, ടൈമാണ് ഇവർ നമ്മൾ കണക്ട് ചെയ്യുന്ന ബന്ധം. ഓക്കെ, ടൈം വച്ചാണ് ഇവരെ ബന്ധു. ഓക്കെ, ടൈം വച്ചാണ് ഇവരെ കണക്ട് ചെയ്യുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത് എന്താണ്, ടൈം വച്ചാനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്പീഡ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അമൻ എന്ത് ചെയ്തു, ഒരു 5 കിലോമീറ്റർ ഇങ്ങനെ പോയി, ഒരു 5 കിലോമീറ്റർ ഇങ്ങനെ പോയി, ഒരു 5 കിലോമീറ്റർ ഇങ്ങനെ പോയി. ഓക്കെ, ഇതിന് മൊത്തം അടുത്ത ടൈം നമുക്ക് ലെറ്റ്സ് സേ മൊത്തം അടുത്ത ടൈം ഒരു 1 hour ആണെന്ന് വിചാരിക്കുക. മൊത്തം അടുത്ത ടൈം 1 hour ആണെന്ന് വിളിക്കുക. അപ്പം 1 hour 2 hour ആയിക്കോട്ടെ, 2 hour ആണ്, അല്ല വേണ്ട 2 hour ആണ്, നമുക്ക് മാത്തമാറ്റിക്സ് സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട് 3 hour ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്പീഡ് ഓഫ് അമൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് അമൻ എന്ന് നോക്കുകയാണെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ വെറുതെ എന്ത് കൂട്ടിയാൽ മതി, വെറുതെ ആഡ് ചെയ്താൽ മതി. 5 + 5 + 5 എന്ന് വെച്ചാൽ 15. ടൈം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 3 മണിക്കൂറാണ് എന്നുള്ളത്. അപ്പോൾ ഇത് കിലോമീറ്ററാണ്, ഇത് ഹവറിലാണ്. അപ്പോൾ എൻ്റെ ആൻസർ എന്താണ്, സ്പീഡ് ഓഫ് അമൻ ഈസ് 5 km/h. ഇതാണ് സ്പീഡ്, സിമ്പിൾ മാത്തമാറ്റിക്സ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് മൊത്തം ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും, മൊത്തം ടൈമും തന്നിട്ടുണ്ടാവും, രണ്ടും വെറുതെ ഡിവൈഡ് ചെയ്യുക. അപ്പം SI യൂണിറ്റ് എന്താണ്, മീറ്റർ/സെക്കൻഡ് ആണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ അറിയേണ്ട ഒരു സാധനമുണ്ട്. ഓക്കെ, ഇവിടെ അറിയേണ്ട ഒരു സാധനമുണ്ട്. ഇതും പലവരും എന്ത് ചെയ്യുക,
ഭയങ്കര പാടായിട്ട് കണക്കൂട്ടുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ചില ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ഡാറ്റ തരും? കിലോമീറ്റർ പെർ ഹവർ എന്നുള്ള ഡാറ്റ തരും. അപ്പോൾ അതെങ്ങനെ ഇങ്ങോട്ട് മാറ്റും എന്നുള്ള സ്വാഭാവികമായിട്ടും ഒരേ പേർക്കുള്ള കൺഫ്യൂഷൻസ് ആണ്. ആ കൺഫ്യൂഷൻസ് എങ്ങനെ മാറ്റും എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറയുന്നത് 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതെങ്ങനെ എനിക്കിത് കിട്ടിയത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു സാധനങ്ങൾ കാണാപ്പാടം പഠിക്കിയിരുന്നു. എങ്ങനെയാണ് സാധനം കിട്ടിയത്? ഞാൻ അതാ കിലോമീറ്ററിന് അതൊക്കെ 1 കിലോമീറ്റർ പെർ ഹവർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതിന് ഞാൻ ഒന്ന് മാറ്റി തന്നു. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററടാ? 1000 മീറ്റർ എന്ന് കിലോമീറ്റർ ഞാൻ മാറ്റി എഴുതുന്നു. ഹവറിനെ ഞാൻ മാറ്റി സെക്കൻഡ്സ് ടൈമിൽ എഴുതുന്നു. ഒരു ഹവർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്സാണ്? 60 × 60 സെക്കൻഡ്സ് ആണ് അല്ലേ? 60 × 60 സെക്കൻഡ്സ് ആണ്. ഇതേ സെയിം കിലോമീറ്ററിന് പകരം ഞാൻ 1000 മീറ്റർ എന്ന് എഴുതി. ഹവറിന് പകരം ഞാൻ ഇത് 60 × 60 സെക്കൻഡ് എന്ന് എഴുതി. ഈ 0 ഞാൻ വെട്ടി, ഈ 0 വെട്ടി, ഈ 0 വെട്ടി, ഈ 0 ഞാൻ വെട്ടി. ബാക്കിയുള്ള എന്താണുള്ളത്? 10/36 അല്ലേ? 10/36 എന്നാണ് ബാക്കിയുള്ളത്. 10 5ൻ്റെ ടേബിളിൽ എത്ര, 2ൻ്റെ ടേബിൾ എത്ര കട്ട് ചെയ്തു? 5 ടൈംസ് കട്ട് ചെയ്തു. ഈ 36 എത്ര ടൈമിൽ കട്ട് ചെയ്തു? 18 ടൈംസ് കട്ട് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള എന്താണ്? 5/18 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 1 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറയുന്നത് എത്രടാ? 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ അപ്ലിക്കേഷൻ എന്താണ്? അതാ നിങ്ങളോട് ആരും ചോദിക്കുകയാണ് 9 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറയുന്നത് എത്രയാണ്? നിങ്ങൾ വെറുതെ ഒന്ന് മാറ്റാൻ നിൽക്കണ്ട. 9 × സിംപ്ലി 5/18 മൾട്ടിപ്ലൈ ചെയ്യുക. 1 2 ടൈംസ് യുവർ ആൻസർ ഈസ് 5/2 കിലോമീറ്റർ പെർ ഹവർ അല്ലെങ്കിൽ 2.5 കിലോമീറ്റർ പെർ ഹവർ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഡാറ്റാസൊക്കെ ഈ 5/18 മീറ്റർ പെർ സെക്കൻഡ് ഈ സാധനമൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ള ഫോർമുല ബുക്കിൽ എഴുതി വെക്കുക. കണ്ട അപ്പോൾ ഇപ്പം തന്നെ വെറുതെ ഇപ്പം ആ ഡിഫറൻസിയേഷൻ ഇതൊക്കെ അടക്കം എത്ര ഇക്വേഷനായി. അപ്പോൾ സാധനങ്ങളൊക്കെ മാക്സിമം കിട്ടുന്ന ഇക്വേഷനൊക്കെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇത് കളിയാണ്ട് കാണാതിരിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 10 ലക്ഷത്തോളം 10-12 ലക്ഷത്തോളം പിള്ളേരുണ്ട്. ഓക്കെ, അവരോട് കോമ്പീറ്റ് ചെയ്തിനാൽ അവരെക്കാട്ടും ഒരു പടി മുന്നിട്ട് നിൽക്കണമെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് സിസ്റ്റമാറ്റിക് വഴി നുറുക്ക് വിദ്യകൾ നമ്മൾ ചെയ്യണം. ഓക്കെ, നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊപ്പം കോമ്പീറ്റ് ചെയ്ത് നിങ്ങളപ്പം 2 കൊല്ലം കഴിഞ്ഞ് എക്സാം എഴുതാൻ പോകുന്നവരൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് സൂക്ഷ്മമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കാം, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ റിപ്പീറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാം. അവിടെ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാണ്ട് പഠിച്ചുകൊണ്ടിരിക്കാം. അപ്പം പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാണ്ട് പഠിക്കാതിരിക്കാൻ പറ്റുമോ? അല്ലേ, നമുക്കെന്താണ് +1 +2 ആണ്, കുറച്ച് ചില്ലാക്കണം അല്ലേ? അപ്പം അത് ചില്ലിങ്ങൊക്കെ ആക്കിക്കോ. അപ്പം അതിൻ്റെ ഇടയിൽ ഇവരായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പുറത്ത് എന്ത് ചെയ്യണം? അങ്ങനത്തെ ഫോർമുല ബുക്ക് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ സ്പീഡിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആരെ ബന്ധുവാണ്? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ബന്ധുവാണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ബന്ധുവാണ്. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ബന്ധുവാകുമ്പം ഇവിടെ എന്ത് സംഭവിക്കണം? സെയിം ആയിട്ട് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം സാധനം. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് അല്ലേ? ടൈമാണ് വരെ ബന്ധു അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്താടാ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറാണ്. അപ്പോൾ വെക്ടർ ആണെങ്കിൽ എപ്പോഴും അതിൻ്റെ ഡയറക്ഷൻ എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും അല്ലേ? ഡയറക്ഷൻ എന്ത് എന്നുള്ള ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഇതിന് നമ്മളെങ്ങനെ നോക്കണം? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് കുടുംബമാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ഡയറക്ഷനാണോ ഉള്ളത് അതേ ഡയറക്ഷനാണ് ആർക്കും ഉണ്ടാവുക? വെലോസിറ്റിനുണ്ടാവുക. ഓക്കെ, ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ അത് തന്നെയാണ് വെലോസിറ്റിൻ്റെ ഡയറക്ഷനും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വെറുതെ ആഡ് ചെയ്യാൻ പറ്റില്ല. അതൊരു വെക്ടറാണ്. അപ്പോൾ വെക്ടർ ഞാൻ നേരത്തെ നിങ്ങൾ വെറുതെ പറഞ്ഞിട്ടുണ്ട്. വെക്ടർ എന്ന് പറയുന്നത് എന്ത് നമ്മൾ ഫോളോ ചെയ്യണം? വെക്ടർ റൂൾസ് ഓഫ് അഡീഷൻ സബ്ട്രാക്ഷൻ ഫോളോ ചെയ്യണം. അതൊക്കെ എന്താ എന്നുള്ളത് നിങ്ങൾ എവിടെ പഠിക്കുക? അടുത്ത പാഠത്തിൽ പഠിക്കും. ഓക്കെ, ആ വെക്ടർ റൂൾസ് എന്താണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അത് അത്രയും മനസ്സിലാക്കുക. ഓക്കെ, അത്രയും മനസ്സിലാക്കുക. ഇനി എല്ലാവരും ശ്രദ്ധിച്ചേക്കുക. ഇത് ലാസ്റ്റായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം, ലാസ്റ്റായിട്ട് എന്നല്ല, ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം. ഇതുവരെ നിങ്ങൾ കേട്ട സാധനങ്ങളായിരിക്കും നിങ്ങൾക്ക് ഭയങ്കര ബോറടിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇനി ഞാനൊരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാൻ പോകണം. അല്ല, ഒരു ടേം കൂടി പഠിപ്പിച്ചിട്ട് ഞാൻ ആ സാധനം പറഞ്ഞുതരാം. അടുത്താണ് എന്ത്? ആക്സിലറേഷൻ. അല്ല, അതിന് മുമ്പ് ഇതുവരെ പഠിച്ചിട്ടുള്ള ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അവൾ ഇതുവരെ എന്ത് പഠിച്ചു? ഡിസ്റ്റൻസ് പഠിച്ചു, ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചു, സ്പീഡ് പഠിച്ചു, വെലോസിറ്റി പഠിച്ചു. ഓക്കെ, ഞാൻ ഒരു മോഷൻ നോക്കിക്കേ. അപ്പം ഇനി അവനെ വേണ്ട, നമുക്ക് ആരാണ് വേണ്ടത്? നമുക്ക് ഇപ്പോൾ തൽക്കാലത്തിന് ഹെന്നനെ എടുക്കാം. ഓക്കെ, നമുക്ക് ഹെന്നയുണ്ട്. ഓക്കെ, ഹെന്ന എ ഉണ്ട്. ഓക്കെ, ഹെന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി 5 കിലോമീറ്റർ നേരെ നടന്നു. ഓക്കെ, വീണ്ടും 5 കിലോമീറ്റർ നടന്നു, വീണ്ടും 5 കിലോമീറ്റർ നടന്നു. ഓക്കെ, അപ്പോൾ ഹെന്നയുടെ ഡിസ്റ്റൻസ് എത്രയാടാ? ഹെന്ന ഡിസ്റ്റൻസ് സിമ്പിൾ മാത്തമാറ്റിക്സ് എത്രയാണ്? 15 കിലോമീറ്റർ. ഇതാണ് ഡിസ്റ്റൻസ്.
ഞാൻ ചോദിക്കുകയാണ് ഹെന്നയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രടാ? ഡിസ്പ്ലേസ്മെൻറ്റ് അതാണ് ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഇതന്നെയാണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്തിനാണ്? 15 കിലോമീറ്റർ തന്നെയാണ്. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വലായി. എപ്പോൾ ഈക്വലായി? വെൻ മോഷൻ ഈസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സോ നമുക്കൊന്ന് മനസ്സിലായി, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. എപ്പോൾ കണ്ടീഷൻ ഉണ്ട്, എപ്പോഴാണ്? വെൻ മോഷൻ, എപ്പോഴാണ്? മോഷൻ ഈസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ഡയറക്ഷൻ ഒന്നും മാറാണ്ട് പോവുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഒന്നാണ്, കാരണം നമ്മൾ വളയുന്നില്ല. ഇപ്പോൾ സപ്പോസ് ജസ്റ്റ് കൺസിഡർ ചെയ്യുക, വെറുതെ ഒന്ന് കൺസിഡർ ചെയ്യുക, ഹെന്ന ഒന്ന് ഇങ്ങോട്ട് വളഞ്ഞിരുന്നെങ്കിൽ ഡിസ്റ്റൻസ് എന്താവും? ഡിസ്റ്റൻസ് 5 + 5 + 5 + ഡിസ്റ്റൻസ് 20 ആവും. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് 20 ആവില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാവുമായിരുന്നേനെ, അത് 20 ആവണമെന്നില്ല, ആവില്ല, 20 ആവില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എപ്പം ഈക്വൽ ആവും? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആവുമ്പോൾ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറൊരു ഇത് തരാം ഞാൻ. ഒരൊറ്റ മിനിറ്റ്. ഓക്കെ, ഇനി അടുത്ത വേറൊരു ഇത് തരാം. എന്ത് തരാം? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഹെന്ന എന്ത് ചെയ്യാണ്? ഇങ്ങനെ പോയി, 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 ഇങ്ങനെ എത്തി. ഓക്കെ, ഇത്രയും എത്തി. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇത്രയും സാധനം ആഡ് ചെയ്യണം അല്ലേ? ഇത്രയും സാധനം ആഡ് ചെയ്യണം. പക്ഷേ ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കുഞ്ഞ് സാധനം, ഈ ചെറിയ സാധനം അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എപ്പോഴും നമ്മൾ എങ്ങനെയൊക്കെ കൂട്ടിയാലും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്റ്റൻസിനെ വെട്ടിക്കാൻ പറ്റില്ല. കാരണം നമ്മളെന്താ കൺസിഡർ മിനിമം ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ പാത്താണ്. അപ്പോൾ ഞാൻ ജനറലൈസ് ആയിട്ട് എഴുതും, ഡിസ്റ്റൻസ് ഈസ് ജനറലി ഗ്രേറ്റർ ദാൻ ഓർ ഇൻ സ്പെസിഫിക് കണ്ടീഷൻ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് കണ്ടീഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് പൊതുവേ എന്താണ്? ഗ്രേറ്റർ ആണ്. പക്ഷെ വല്ലപ്പോഴും എന്താവുന്നുണ്ട്? അത് ഈക്വൽ ആവുന്നുണ്ട്. ഈ വല്ലപ്പോഴും ഈക്വൽ ആവുന്ന കണ്ടീഷൻ എന്താണ്? മോഷൻ സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ. അപ്പോൾ ജനറലി നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഇവരെ കുടുംബം തമ്മിലുള്ള ബന്ധം എഴുതാൻ പറ്റും. സിമിലർലി സ്പീഡ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി. എപ്പോഴാണ് ഈക്വൽ ടു എന്നുള്ള സാധനം വരുന്നത്? വെൻ മോഷൻ എന്തിലാടാ? സ്ട്രെയിറ്റ് ലൈനിലാവുമ്പോൾ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അത്ര നിങ്ങൾ അതിൻ്റെ ഇത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയും പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് തെറ്റ് പഠിപ്പിച്ച് തന്നത്, സ്കൂളിൽ തെറ്റ് പഠിപ്പിച്ച് തന്ന കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കി തരാം അല്ലേ? നമ്മളിപ്പം സൺറൈസസ് ഇൻ ദി ഈസ്റ്റ് അല്ല, സൺറൈസസ് എന്താ എവിടെ? വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ? കുറച്ചാണേ, അയ്യോ അതൊക്കെ മറന്നുപോയി. എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സൺറൈസസ് ഇൻ ദി ഈസ്റ്റ് ആൻഡ് സൺസെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്, അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ നിങ്ങൾ പഠിക്കും, ശരിക്കും സണ്ണല്ല പൊന്തും താന്നും, നമ്മുടെ ഭൂമിയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതേപോലത്തെ ഒരു സാധനം നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്, അതവിടെ വെയിറ്റ്. ഓക്കെ, ഇനി ആക്സലറേഷൻ നമ്മൾ വരുമ്പോൾ, ആക്സലറേഷൻ വരുമ്പോൾ എന്താണ്? ആക്സലറേഷൻ വരുമ്പോൾ എന്താണ്? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ കുടുംബമാണ്? വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിൻ്റെ കുടുംബമാണ്. ആക്സലറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബേസിക്കലി ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം എന്നാണ് അല്ലേ? വെലോസിറ്റി ബൈ ടൈം എന്നാണ് അല്ലേ? ഇത് ശരിയാണോ തെറ്റാണെന്ന് വേഗം എനിക്ക് റെസ്പോണ്ട് ചെയ്തേ. ശരിയാണോ തെറ്റാണെന്ന് വേഗം എനിക്ക് റെസ്പോണ്ട് ചെയ്തേ. വേഗം 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 വേഗം. ആടാ, അതൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു, ഇപ്പോൾ യാതൊരു റെലവൻസും ഇല്ല അല്ലേ? വെലോസിറ്റി ബൈ ടൈം എന്നാണ് അല്ലേ? യെസ്, അരുണിമ ഗുഡ്. ഈ ഇക്വേഷൻ തെറ്റാണ്. ഇതല്ല ഇക്വേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ സ്പീഡ് ബൈ ടൈമാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ് ആക്സിലറേഷൻ. ഓക്കെ, ഇപ്പോൾ ആക്സിലറേഷൻ സ്പീഡിൻ്റെ ബന്ധുവാണ് എന്ന് നമുക്ക് സെർട്ടൈൻ കണ്ടീഷന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ജനറലി നമ്മൾ ആക്സിലറേഷൻ ആരെ കുടുംബമാണ്? വെലോസിറ്റിയെ കുടുംബമാണ്. എങ്ങനെയാണ് നമ്മൾ ബന്ധം? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്. ഈ ചേഞ്ച് മറക്കരുത്, വെറുതെ v/t അല്ല. ആക്സിലറേഷൻ എന്ന് പറയുന്ന സാധനം ഒരിക്കലും എന്തല്ല? വെലോസിറ്റി ബൈ ടൈം എന്നുള്ള സാധനമല്ല, മറിച്ച് എന്താണ്? ഇറ്റ് ചേഞ്ച് അല്ലേ? നിങ്ങൾ ഈ സാധനം നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾ +1 +2 എവിടെയൊക്കെ നിങ്ങൾ ചേഞ്ച് എന്ന് കേൾക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ. അപ്പം v final മൈനസ് v initial
ഡിവൈഡ് ബൈ ടൈം അണ്ടർ കൺസിഡറേഷൻ. ടൈം അണ്ടർ കൺസിഡറേഷൻ, നമ്മൾ ഏത് ടൈമിലാണോ നോക്കുന്നത് ആ ടൈം. ഇതാണ് ശരിക്കും ആക്സലറേഷൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ ബൈ ടൈം അണ്ടർ കൺസിഡറേഷൻ. ഞാൻ എന്താ നേരത്തെ പറഞ്ഞിട്ടുള്ള ചേഞ്ച് നിങ്ങൾ എവിടെയൊക്കെ ഉണ്ട്, ചേഞ്ച് ഇൻ വെലോസിറ്റി, ചേഞ്ച് ഇൻ മൊമെൻറ്റം, ചേഞ്ച് ഇൻ സ്പീഡ്, എന്തൊക്കെ നിങ്ങൾ ചേഞ്ച് കേട്ടാലും നിങ്ങൾ എപ്പോഴും എന്താണ് അതിൻ്റെ ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ വാല്യൂ, അതാണ് ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ ഡിവൈഡ് ബൈ ടൈം അണ്ടർ കൺസിഡറേഷൻ ആണ് സാധനം. ഓക്കെ ഓക്കെ അല്ലേ? ഇനി നോക്കാം. ഇനിയാണ് ഞാൻ നിങ്ങൾക്ക് സ്കൂളൊക്കെ പഠിപ്പിച്ച് തന്ന തെറ്റ് എന്താണെന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ഞാൻ ചോദിക്കാൻ പോവാണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. ഇപ്പോൾ നിങ്ങളോട് പറയാണ്, ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പോൾ ഒരു കാറുണ്ട്, ആ കാറിൻ്റെ ആക്സലറേഷൻ 5 m/s² എന്ന് പറഞ്ഞു തന്നു. ഓക്കെ, വേറൊരു കാറുണ്ട്, ആ കാറിൻ്റെ സ്പീഡ് ആക്സലറേഷൻ ഈ കാറിൻ്റെ ആക്സലറേഷൻ -5 m/s² ആണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പം ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് കൂടുന്നു, ഇതിൻ്റെ സ്പീഡ് കുറയുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് 2 കാറുണ്ട്. ആദ്യത്തെ കാറിൻ്റെ ആക്സലറേഷൻ എന്താണ്? +5 m/s² ആണ്. അടുത്ത കാറിൻ്റെ ആക്സലറേഷൻ എന്താണ്? -5 m/s² ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കാറിൻ്റെ സ്പീഡ് കൂടുന്നുവെന്നും രണ്ടാമത്തെ കാറിൻ്റെ സ്പീഡ് കുറയുന്നുവെന്നും എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? തെറ്റ്. എന്തുകൊണ്ട് തെറ്റ്? എന്തുകൊണ്ടാണ് തെറ്റാവുന്നത്? വേഗം റെസ്പോണ്ട് ചെയ്യും. നമുക്കത് എപ്പം നിർത്താം, ഒരു 10 മിനിറ്റ് കൊണ്ട് സാധനം നിർത്താം. ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ്. ഇതേ ട്രാവൽ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സാധനം ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു +5 m/s², ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു -5 m/s², അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 5 m/s, അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു -5 m/s എന്നൊക്കെ നിങ്ങളോട് ആരെങ്കിലും പറയുമ്പോൾ ഈ മൈനസിൻ്റെ അർത്ഥം കുറയുകയാണെന്നും പ്ലസിൻ്റെ അർത്ഥം കൂടുകയാണെന്നും എന്നൊന്നും നിങ്ങൾ ഉദ്ദേശിക്കരുത്. അതൊന്നും ഡിഫൈൻ ചെയ്യുന്നില്ല. മറിച്ച് ഈ സൈൻ എന്ത് മാത്രമാണ് കാണിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ഇവരൊക്കെ ആരെ കുടുംബടാ? ഇൻഡയറക്ട്ലി ഇവരൊക്കെ ആരെ കുടുംബം? ഡിസ്പ്ലേസ്മെൻ്റ് കുടുംബമാണ് അല്ലേ? ഡിസ്പ്ലേസ് ഓൾവേസ് ദാറ്റ് ഫ്രം ദ ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ്, ഡയറക്ഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം ഈ സൈനൊക്കെ നിങ്ങൾക്ക് എന്താണ് തരുന്നത്? ഡയറക്ഷനാണ് തരുന്നത്. പ്ലീസ് കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ഇതൊരിക്കലും മറന്നു വരും. ഡയറക്ഷനാണ് നിങ്ങൾക്ക് ഈ സാധനം തരുന്നത്. വെറുതെ ഇത് കൂടാണോ കുറയാണോ എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാൻ പാടില്ല. നമ്മൾ കൂടാണോ കുറയാണോ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത് വെലോസിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ്, ഈ സാധനം വെലോസിറ്റി വെച്ച് താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടാണോ കുറയാണോ എന്ന് പറയാം. നിങ്ങൾ 2 സാധനം നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്ലസ് സൈനും മൈനസ് സൈനും എന്താണ്? പ്ലസ് സൈനും മൈനസ് സൈനും എന്താണ്? നിങ്ങൾക്ക് ഡയറക്ഷൻ മാത്രമാണ് തരുന്നത്. അപ്പോൾ ഒരാളിവിടെ ചോദിച്ചു സ്ക്വയർ ആകുമ്പോൾ സൈന് പോസിറ്റീവ് ആവില്ലെന്ന്. ഇതാരപ്പോൾ സ്ക്വയർ ചെയ്യാൻ പോകണേ? അപ്പോൾ നമുക്ക് സ്ക്വയർ ചെയ്യേണ്ട ഒരു സിനാരിയോ ഒന്നും വന്നിട്ടില്ല. എവിടെ സ്ക്വയർ ചെയ്തത്? ഞാൻ സ്ക്വയർ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഞാൻ ആ സിനാരിയോ നിങ്ങൾക്ക് ഡെപ്പിക്റ്റ് ചെയ്ത് തരാം. ഇപ്പോൾ നോക്ക്, ഇപ്പോൾ ഇതാണ് നമ്മളെ കോർഡിനേറ്റ്. ഓക്കെ, +y കോർഡിനേറ്റ് +x കോർഡിനേറ്റ് -x കോർഡിനേറ്റ് -y കോർഡിനേറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മളെ കാർ എന്ത് ചെയ്യാണ്? നമ്മളെ കാർ ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഓഫ് ദി ഇനീഷ്യൽ പോയിൻ്റ് ഇത്, ഫൈനൽ പോയിൻ്റ് ഇത്. ഡയറക്ഷൻ ഇങ്ങനെ അലോങ് ദി പോസിറ്റീവ് എക്സ് ആക്സിസ് അല്ലേ? അലോങ് ദി പോസിറ്റീവ് എക്സ് ആക്സിസ് അല്ലേടാ? ശരിയല്ലേ? അലോങ് ദി പോസിറ്റീവ് എക്സ് ആക്സിസ്. അപ്പോൾ ഡയറക്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് സൈന് പോസിറ്റീവാണ്. സ്വാഭാവികമായിട്ടും വെലോസിറ്റിൻ്റെ സൈൻ എന്താണ്? വെലോസിറ്റിൻ്റെ സൈന് പോസിറ്റീവാണ്. ഇനി ഇതിൽ ആരോ പിടിച്ച് കാറിനെ വലിക്കുന്നുണ്ട്. ഒരു കയർ ഞാൻ അതിനിങ്ങനെ കൊടുത്തുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വലിക്കേണ്ട ആക്സലറേഷൻ സൈനും തന്നെയാണ്. ഞങ്ങളുടെ വലിക്കാൻ ഫോഴ്സ് കൊടുക്കുകയാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ MA ആണ് അല്ലേ? ഞാൻ ആ കാറിനൊരു ആക്സലറേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്സലറേഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആക്സലറേഷൻ പോസിറ്റീവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാറിന് എന്ത് സംഭവിക്കും? കാറിൻ്റെ സ്പീഡ് കൂടും. എന്തുകൊണ്ട് കൂടും? വെലോസിറ്റിയും പോസിറ്റീവാണ്, ആക്സലറേഷനും പോസിറ്റീവാണ്. രണ്ടാക്കും സെയിം സൈനാണ്. ഇതേ സെയിം സൈൻ ഞാൻ നേരെ തിരിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ കാർ ഇങ്ങോട്ടാണ് പോകുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് എന്താടാ, ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവാണ്. സ്വാഭാവികമായിട്ടും എന്താടാ, വെലോസിറ്റി എന്താണ്, നെഗറ്റീവാണ്. ഞാൻ ഈ കാറിനെ ഇവിടുന്ന് കാര്യമായിട്ട് ഇങ്ങോട്ട് വലിച്ചു, ഞാൻ ബാക്കിലോട്ട് ഇങ്ങനെ വലിക്കുകയാണ്. അപ്പോൾ ആക്സിലറേഷൻ എന്താടാ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും നെഗറ്റീവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ കാറിൻ്റെ സ്പീഡ് ഈ ഡയറക്ഷനിൽ കൂടും. എന്തുകൊണ്ട്, വെലോസിറ്റിയും ആക്സിലറേഷനും ഒരേ സൈൻ ആയതുകൊണ്ട്. മനസ്സിലായോ, ഈ സാധനം മനസ്സിലായോ? ഇനി ഇതേ സെയിം സിനാരിയോ ഇപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് കേസിൽ നമ്മൾ ഇനി നോക്കും. നമുക്ക് പ്ലസ് വൈ ആക്സിസ് ഉണ്ട്, മൈനസ് വൈ ആക്സിസ് ഉണ്ട്, പ്ലസ് എക്സ് ആക്സിസ് ഉണ്ട്, മൈനസ് എക്സ് ആക്സിസ് ഉണ്ട്. ഇവിടെ മനസ്സിലായോ? ഇനി നോക്കാം. ഓക്കെ, ഇനി ലെറ്റ്സ് കൺസിഡർ. ഓക്കെ, കാർ ഇവിടുന്ന് ഇങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പം ഡയറക്ഷൻ ഇങ്ങനെ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെലോസിറ്റി എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് സ്നേഹിക്കുന്നത്. വെലോസിറ്റി എന്ന് പറഞ്ഞ സാധനം ഡിസ്പ്ലേസ്മെൻ്റ് ബന്ധുവാണ്. വെലോസിറ്റിൻ്റെ സൈനും പോസിറ്റീവാണ്. ഇനി ഞാനില്ലേ കയറിട്ട് ഇങ്ങോട്ടാണ് വലിക്കുന്നത്. അപ്പം ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ എന്ന് വെച്ചാൽ ആക്സിലറേഷൻ അലോങ് ദി നെഗറ്റീവ് ആക്സിസ്. അപ്പോൾ ആക്സിലറേഷൻ എന്താടാ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ് അല്ലേ. കാറ് മുമ്പിലോട്ട് പോകാൻ ശ്രമിക്കുന്നു, ഈ ആക്സിലോട്ട് പോകാൻ ശ്രമിക്കുന്നു, ഞാൻ ബാക്കിൽ നിന്ന് വലിക്കുന്നു. അപ്പം വെലോസിറ്റി പോസിറ്റീവ്, ആക്സിലറേഷൻ നെഗറ്റീവ്, രണ്ടാളും ഡിഫറെൻറ്റ് സൈൻസ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കടാ, വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കുറയും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ലെറ്റ്സ് കൺസിഡർ നമ്മളെ കാർ എന്ത് ചെയ്യാണ്, ഓക്കെ, നമ്മൾ കാർ എന്താണ് ഇങ്ങനെ പോകാൻ ശ്രമിക്കുകയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ വെലോസിറ്റി എന്താണ്, വെലോസിറ്റി നെഗറ്റീവാണ്. പക്ഷെ ഞാൻ കാറിനെ ഇങ്ങോട്ട് വലിക്കാൻ ശ്രമിക്കുകയാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞ സാധനം പോസിറ്റീവാണ്. അപ്പോൾ വെലോസിറ്റി നെഗറ്റീവ്, ആക്സിലറേഷൻ പോസിറ്റീവ്, വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി. അപ്പോൾ എന്ത് വീണ്ടും സംഭവിക്കും, അപ്പോൾ നെഗറ്റീവായി. അപ്പോൾ നോക്കിയേ, ആക്സിലറേഷൻ പോസിറ്റീവ് ആയിട്ടും കൂടി എന്ത് സംഭവിക്കുകയാണ്, വണ്ടിയുടെ വെലോസിറ്റി കുറയുന്നു. എന്തുകൊണ്ട്, വെലോസിറ്റി മച്ചാൻ ആ കണ്ടീഷനിൽ എങ്ങോട്ടാണ്, നെഗറ്റീവ് ഡയറക്ഷനാണ്. ഇങ്ങനെയാണ് പോകാൻ നോക്കുന്നത്, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് വലിക്കുന്നത്. ഓക്കെ, അപ്പം ഒരിക്കലും പ്ലസ് ഒരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി കൂട്ടുമെന്നും ഒരു നെഗറ്റീവ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കണ്ട ഈ സിനാരിയോയിൽ നമ്മുടെ മുമ്പത്തെ സിനാരിയോയിൽ അപ്പോൾ ഈ സിനാരിയോയിൽ ആക്സിലറേഷൻ നെഗറ്റീവാണ്, പക്ഷേ നമ്മൾ വെലോസിറ്റി നെഗറ്റീവ് അതുകൊണ്ട് എന്ത് സംഭവിക്കൂടാ, വെലോസിറ്റി കൂടും. ഈ സാധനം മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഈ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വായിച്ചോ, ഇത് അതേമാതിരി പഠിച്ചു വെച്ചാൽ മതി. We can say whether a body is speeding up or speeding down only by considering the relative direction of velocity and acceleration. That is ഈ സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ വായിച്ച് നിങ്ങൾക്ക് സാധനം കിട്ടുമേ. ദാറ്റ് ഈസ് എ ബോഡി സ്പീഡ്സ് up if velocity and acceleration are in the same direction and it speeds down if velocity and acceleration are in different direction. Okay,
അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും ആക്സലേഷൻ പോസിറ്റീവ് വാല്യൂ, ആക്സലേഷൻ നെഗറ്റീവ് വാല്യൂ എന്ന് കേട്ടാൽ അത് സ്പീഡ് കുറയുന്നു, സ്പീഡ് കൂടുന്നു എന്നൊന്നും നമ്മൾ അസ്യൂം ചെയ്യാൻ പാടില്ല. നമുക്ക് എപ്പോൾ മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ നോക്കണം. വെലോസിറ്റിയുടെ ഡയറക്ഷൻ, ആക്സലേഷൻ്റെ ഡയറക്ഷൻ രണ്ടാൾക്കും ഒരേ സൈനാണോ, രണ്ടാളും പോസിറ്റീവ് ആണോ സ്പീഡ് കൂടും, രണ്ടാളും നെഗറ്റീവ് ആണോ സ്പീഡ് കൂടും. പക്ഷേ രണ്ടാളും ഡിഫറെൻറ്റ് ഡയറക്ഷൻ, ഒരാൾ പോസിറ്റീവ് ആണ് ഒരാൾ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ സ്പീഡ് കുറയും. ഓക്കെ, ഒരു ബേസിക് സാധനമാണ്. ഓക്കെ, അത് നിങ്ങൾ അത്രയും മനസ്സിലാക്കണം. ഈ ഒരു സാധനം എന്തല്ല പല റിപ്പീറ്റേഴ്സിനും അറിയില്ല, സത്യമായിട്ടും അറിയില്ല. ഞാൻ വെറുതെ തട്ടി വിടുന്നില്ല, അറിയില്ല. കാരണം അവരെപ്പോഴും അവർക്ക് ഒരു മുൻധാരണയുണ്ട്. ആക്സലേഷൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ കൂടും, ആക്സലേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റിട്ടാർഡേഷനാണ്, ബോഡി സ്ലോ ഡൗൺ ചെയ്യും, കുറച്ച് ഞാൻ ബോഡി നിൽക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെയാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം രണ്ടും നമ്മൾ എപ്പോഴാണ് കാര്യങ്ങൾ പറയാം, നമ്മൾ രണ്ടാളുടെ ഡയറക്ഷനും കൺസിഡർ ചെയ്യണം. ഓക്കെ, അതന്നെ സെയിം ഡയറക്ഷൻ ഇസ് കൊണ്ട് സ്പീഡ് ഇൻക്രീസ് ചെയ്യും, ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ സ്പീഡ് ഡൗൺ ചെയ്യും. ഓക്കെ, അതാണ് ബേസിക് സാധനം. അത് കൺവേ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം 11:18 നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്ന മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം വണ്ടിയുടെ ഏറ്റവും ബേസിക് സാധനങ്ങൾ തന്നിട്ടുള്ളത്. ഓക്കെ, ഈ വണ്ടിയൊക്കെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഭയങ്കര നമുക്ക് ഇൻട്രസ്റ്റിംഗ്, അത്രയും ഇൻട്രസ്റ്റിംഗ്. ഇപ്പം നമ്മളില്ലേ വെറുതെ ഇപ്പം നമ്മളൊരു കോച്ചിങ് സെൻറ്റർ പോകുന്നതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കിപ്പം ഇതൊക്കെ നിങ്ങൾക്കൊരു ബുക്ക് നോക്കി പഠിക്കാൻ സാധിക്കും. പക്ഷേ ഈ സാധനം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ കുറുക്ക് വഴികൾ എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് നമുക്ക് ഫിസിക്സിൽ ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ട്. നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് സിമ്പിൾ നൊടിയിടയിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് ഒക്കെ നമുക്ക് പറയാൻ എന്തൊരു കോച്ചിങ് സെൻറ്റർ സാധിക്കും, അത് ഏതൊരു കോച്ചിങ് സെൻറ്റർ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനത്തെ നുറുക്കുതികളൊക്കെ പഠിക്കുക. എൻ്റെ ക്ലാസ്സിലുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് അങ്ങനെ സാധനം പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം ഞാൻ അങ്ങനത്തെ കുറച്ച് ഉടായ്പ വഴിയിലൂടെയൊക്കെയാണ് ഫിസിക്സ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഉടായ്പ സാധനം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, +1 +2 ആണ്. സ്കൂൾ ലൈഫൊക്കെ എൻജോയ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ എന്തും ചെയ്യുക. ഈ സാധനം ഒന്ന് നോക്കുക, ദിവസം 1 മണിക്കൂർ നോക്കുക. ഓക്കെ, ഇപ്പം നമ്മളൊക്കെ നിങ്ങൾ ഡോപ്പയിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഈ ക്ലാസ് തരുന്നത്. നിങ്ങളെ +1 +2 ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ട്രയൽ തരുന്നുണ്ട്. ഓക്കെ, ഈ ക്ലാസ്സിന് ഇന്നത്തെയും ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക്, ഈ 150 കുട്ടികൾക്ക് നമ്മൾ എന്തായിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ +1 +2 ട്രയൽ പീരീഡ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിലുള്ള ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് തുടർന്ന് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഏതൊരു കോച്ചിങ് സെൻറ്ററിനെക്കാട്ടിയും തുച്ഛമായിട്ട് എത്രയോ കുറഞ്ഞ പൈസ മാത്രമേ നമ്മളിവിടെ വാങ്ങിക്കുന്നുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഫാക്കൽറ്റീസിൻ്റെ കോൺടാക്റ്റ് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഒരു കാര്യം എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാനുള്ളൂ, നമ്മളുടെ വർക്ക് ചെയ്യുന്ന നമ്മൾ ഓരോ ഫാക്കൽറ്റിയും ഇത്രയും എഫേർട്ടിട്ട് ഇവിടെ നിൽക്കുന്നത് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം, കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. അല്ലാണ്ട് ഇത് വെറുതെ ഒരു ബിസിനസ് സംരംഭം അങ്ങനെയല്ല, മറിച്ച് നമുക്ക് ഇഷ്ടം പോലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് നമ്മൾ ഒരുപാട് സ്കോളർഷിപ്പ് എക്സാം നടത്തുന്നുണ്ട്. അപ്പോൾ സ്കോളർഷിപ്പും കാര്യങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിച്ചു തരാൻ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ആണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ വെറുതെ ഇപ്പം വീട്ടിലിരിക്കുകയാണ്, ദിവസം ഒരു 24 മണിക്കൂർ, ഒരു 10 മണിക്കൂർ ഒന്ന് ഉറങ്ങി, ബാക്കി 14 മണിക്കൂർ നിങ്ങൾ 10 മണിക്കൂർ കളിച്ചു ഫുഡ് കഴിച്ചു, ബാക്കി 4 മണിക്കൂറിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു, ഒരു മണിക്കൂർ 1/2 മണിക്കൂർ നിങ്ങൾക്ക് സമയം ഒരു ദിവസം ബാക്കിയുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ, നോട്ട് ബുക്ക് ഒന്നും വേണമെന്നൊന്നുമില്ല, ഒന്നിങ്ങനെ ചാരിയിരിക്കുമ്പോൾ ഒന്നിങ്ങനെ നോക്കി വിടുകയാണെങ്കിൽ അത് ഭയങ്കര ബെനിഫിറ്റ് ആവും. നിങ്ങൾ എത്രയോ മറ്റുള്ള കുട്ടികളെക്കാട്ടും, നിങ്ങളെ ക്ലാസ്സിൽ വരാൻ പോകുന്ന +1 കയറാൻ പോകുന്ന കുട്ടികളെക്കാട്ടും എത്രയോ പടി മുമ്പിൽ നിങ്ങളാവും. അപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾ രണ്ടാമതും കുറച്ചുകൂടി സാധനം തരാവും, പിന്നെ ഇത് വെക്കുമ്പോൾ ഒരുപാട് തരാം, നിങ്ങൾ വല്ലാണ്ട് അഡ്വാൻസ്ഡ് ആയിപ്പോൾ. അപ്പോൾ നിങ്ങൾ ബേസൊക്കെ ഇങ്ങനെ സെറ്റായി വരികയാണ്. ബേസിക്കായിട്ട് ഞാൻ വെറുതെ തട്ടിവിടുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പല കാര്യങ്ങളും പല റിപ്പീറ്റേഴ്സിന് അറിയില്ല. കാരണം ഞാൻ റിപ്പീറ്റർ ആയിരുന്നു, എനിക്കറിയാം എന്താണ് അവസ്ഥ എന്ന്. അപ്പം പല ആൾക്കും അറിയില്ല. അപ്പോൾ ഇത്രയും മൈന്യൂട്ട്, നമുക്ക് 2 കൊല്ലം ടൈം ഉണ്ടല്ലേ. സാധാരണ റിപ്പീറ്ററൊക്കെ 1 കൊല്ലം കൊണ്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മൾക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട്, നമുക്ക് 2 കൊല്ലമുണ്ട്. അപ്പോൾ സ്റ്റെപ്പായിട്ട് മെല്ലെ നമ്മൾ പഠിക്കുന്നത്. ഇഷ്ടംപോലെ സമയമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഗോ ഫാസ്റ്റർ ബൈ ഗോയിങ് സ്ലോ, അതാണ് നമ്മളെ പോളിസി. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ പറഞ്ഞിട്ട്, നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ ഹിസ്റ്ററി എന്താണെന്നൊന്നും എനിക്ക് അറിയേണ്ട. നിങ്ങൾ എന്തോ കളിച്ചോ അല്ലെങ്കിൽ 10A+, 5A+ അങ്ങനെ ഒന്നും മാറ്റർ ചെയ്യുന്നില്ല, മറിച്ച് ഈ 2 കൊല്ലം നിങ്ങൾ എങ്ങനെ എഫേർട്ട് ഇടുന്നു. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, അപ്പം നിങ്ങളിപ്പോൾ ഇത്രയും കാലം ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ പാസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ടോട്ടലി മാറും. അപ്പോൾ നിങ്ങൾ ഡോക്ടറായെന്നല്ല ഞാൻ പറയുന്നത്, വെറുതെ എൻട്രൻസിൽ ഒരു അടിപൊളി റാങ്ക് വാങ്ങിച്ചാൽ നിങ്ങളുടെ ലൈഫ് ടോട്ടലി മാറും. ഞാൻ നിങ്ങളോട് നല്ല പറഞ്ഞു, നിങ്ങൾ ഈ സ്ക്രീനിൻ്റെ അപ്പുറത്തും ഞാൻ ഈ സ്ക്രീനിൻ്റെ ഇപ്പുറത്തിരിക്കാനുള്ള ഒരേ ഒരു ക്രൈറ്റീരിയ എന്താണ്, ഞാൻ ഡോക്ടറൊന്നും ഞാൻ ആയിട്ടില്ല. ഞാൻ ആകെ നമ്മൾ ഡിഫറൻസ് എന്താ, ഒരു 3 മണിക്കൂർ എക്സാമാണ്. ആ 3 മണിക്കൂർ എക്സാം നിങ്ങളും ക്ലിയർ, നിങ്ങൾക്ക് നാളെ ഇതുപോലത്തെ ക്ലാസ്സിലെടുക്കാം. നിങ്ങൾക്ക് നാട്ടിൽ അത്യാവശ്യം പേരും ഒരു ബഹുമാനം കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവരാണ് അല്ലേ, നിങ്ങളൊരു 16-17 കൊല്ലം ഈ ലോകത്ത് ജീവിച്ചു അല്ലേ. നിങ്ങൾ അറിയുന്ന എത്ര പേരുണ്ടാവും ഈ ലോകത്ത്?
നിങ്ങളെ ബഹുമാനിക്കുന്ന എത്ര പേരുണ്ടാവും ലോകത്ത്? വളരെ ചുരുക്കമായിരിക്കും. നിങ്ങൾ അറിയുന്നവർ നിങ്ങളെ ബഹുമാനിക്കുന്നതൊക്കെ വളരെ ചുരുക്കം പേരായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എന്താ ഉഡായിപ്പാണ്, അവൻ ലോക്കലാണ്, അല്ലെങ്കിൽ ശരിയില്ല, അങ്ങനത്തെ ഒരുപാട് ചീത്തപ്പേരുണ്ട്. അങ്ങനത്തെ ചീത്തപ്പേരൊക്കെ മാറ്റി അവരെ മുഖത്ത് നോക്കി ഇങ്ങനെ കണ്ണോട് നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പോൾ നമ്മൾ ഏതൊരു കുടുംബത്തിലായാലും നമ്മൾ അസൂയോടെ കാണുന്ന ഒരുപാട് പേരുണ്ടാവും, ഒബ്വിയസ്ലി ഉണ്ടാവും. ഒരിക്കലും ഒരു ഐഡിയൽ ഫാമിലി എവിടെയില്ല. അപ്പോൾ നമ്മളെ നമ്മളെ ഒരു അധപതനം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിലായാലും നമ്മുടെ സുഹൃത്ത് സർക്കിളിലായാലും നമ്മുടെ ശത്രുക്കളുടെ സർക്കിളായാലും ഒക്കെ ഒരുപാട് പേരുണ്ടാവും. അപ്പം അവർക്കൊക്കെ ഒരു നല്ലൊരു മറുപടി കൊടുക്കാൻ വേണ്ടി അവരൊക്കെ മുഖത്ത് നോക്കിയാണ്ട് ഒരു ചിരി ഇരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ മാതാപിതാക്കളെയും അന്ന് ഒരു പ്രൗഡ് ഫീലിംഗ് ആക്കാൻ വേണ്ടിയും നിങ്ങളെ ഒരു ഫ്ലെക്സൊക്കെ നാട്ടിൽ തൂങ്ങി കാണാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണിത്. അത്ര ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ചില്ലറ കാര്യമൊന്നുമില്ല. എല്ലാവരും ഇപ്പോൾ നമ്മളൊരു സ്വാഭാവികമായിട്ട് ഇട്ടുകൊണ്ട് എല്ലാവരും ഇപ്പോൾ എഞ്ചിനീയറും ഡോക്ടർ തന്നെയാണ്. അതൊക്കെ വെറുതെ അസൂയക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അത് ചെറിയ എഞ്ചിനീയർ ആവുന്നത് ഡോക്ടർ ആവുന്നത് ചെറിയ കാര്യമൊന്നുമില്ല, അത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മനസ്സിലാക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ കളിച്ചോ, +1 +2 ആണ്, നിങ്ങൾ സ്കൂൾ ലൈഫാണ്, നിങ്ങൾ കളിച്ചോ, കളിക്കേണ്ടതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ബോധം ഉണ്ടാവണം, എനിക്ക് പഠിക്കണം എന്നുള്ള ബോധം ഉണ്ടാവണം. എത്ര കളി കളിച്ചാലും രാത്രി വീട്ടിലെത്തി കുറച്ച് നേരം ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഞാൻ പഠിച്ചിരിക്കും എന്നുള്ള ഒരു പ്ലാനിങ് സാധനങ്ങളൊക്കെ വേണം. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. കുറേ പേരെ മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റാനുള്ള ഒരു കൊഞ്ഞനം കുത്തി ചിരിക്കാനുള്ള ഒരു സാധനമാണ്. ഒരിക്കലും ഇത് പാഴാക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് ലൈഫിലെ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ്, ഇതൊരു ഫൈനൽ ടേണിംഗ് പോയിന്റ് എന്നല്ല, ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് ആണ്. ഇത് യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങളുടെ ലൈഫ് അത്രയും സെറ്റാവും. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, കുറച്ച് എഫേർട്ട് ഇടുക, കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ക്ലാസ് ഡോപ്പയിൽ നിങ്ങൾ ഫ്രീ ക്ലാസ് കേട്ട് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ്സിലുള്ള ഇപ്പോൾ 150 പേരുണ്ട്. ഈ 150 പേർക്കല്ല, ഇന്നലെ വന്ന 150 പേർക്കൊക്കെ എന്താണ് ഈ ഫ്രീ ട്രയൽ ക്ലാസ് ഫ്രീ ആണ്. +1 ക്ലാസ് ഫ്രീ ട്രയലാണ് ആദ്യത്തെ കുറച്ച് കാലം. ഓക്കെ, നിങ്ങൾക്ക് എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് തുടർന്നാൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തുടർന്നാൽ മതി. നിങ്ങൾക്ക് തരാനുള്ള ഉറപ്പെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് ഞങ്ങൾ പോവല്ല, മറിച്ച് നിങ്ങൾക്ക് ഓരോ മെൻറ്റേഴ്സ് ഉണ്ടാവും. നമ്മളെ കോളേജിൽ തന്നെ പഠിക്കുന്ന, ഇന്ത്യ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെ പഠിക്കുന്ന, മറ്റുള്ള മെഡിക്കൽ കോളേജ് പഠിക്കുന്ന കുട്ടികളിൽ നിങ്ങൾക്ക് മെൻറ്ററായിട്ടുണ്ടാവും. ഓരോ കുട്ടിയും ഇപ്പോൾ അമൻ ഹസൻ എന്ന് പറഞ്ഞ കുട്ടിയെ, അൻഷിത എന്ന് പറഞ്ഞ കുട്ടി, ഓരോ കുട്ടിയും മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൈന്യൂട്ടായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു മെൻറ്റർഷിപ്പ് സംവിധാനം നമ്മുടെ ഈ ഒരു കോഴ്സിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക, വെറുതെ ഇപ്പോൾ ഏതൊരു കോച്ചിങ് സെൻ്റർ ആയാലും എന്താണ്, ഞാനൊരു കോച്ചിങ് സെൻ്റർ പഠിച്ചാണ്, ഏതൊരു കോച്ചിങ് സെൻ്റർ നമ്മൾ പൈസ കൊടുത്താൽ പിന്നെ എന്താണ്, നമ്മൾ പഠിച്ചോളണം, ഒരു കാര്യങ്ങൾ പറഞ്ഞുതരും, നമ്മൾ പഠിച്ചോളണം, ആ ഒരു സാധനമാണ് അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നിങ്ങൾ അത്രയും കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത്രയും അറ്റൻഷൻ തരുന്നതായിരിക്കും, ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഫ്രീ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഡോപ്പയിൽ തന്നെ കയറിയേ പറ്റുമെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല, വെറുതെ സമയം വേസ്റ്റ് ആക്കരുത്. ഓക്കെ, ഡോപ്പയിൽ കയറി നിങ്ങൾക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ, പഠിക്കാം. ഓക്കെ, എന്നിട്ട് എല്ലാവരും എന്ത് ചെയ്യാം, എഞ്ചിനീയറോ ഡോക്ടറോ നല്ലൊരു പ്രൊഫഷൻ ആവാം. ഓക്കെ, ഞാൻ ലാസ്റ്റ് ഒരു കാര്യം പറയുന്നത്, ലാസ്റ്റ് ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഫിലോസഫി പറയുന്നുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ലാസ്റ്റിൽ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ താല്പര്യമില്ലാതെ ഇറങ്ങിപ്പോയിക്കും. ഒറ്റ കാര്യം ഞാൻ പറയുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പം ഫേസ്ബുക്കായാലും ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സപ്പിലായാലും നമ്മളിങ്ങനെ ആകെ ഒരു തൊപ്പിട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരു സ്റ്റാറ്റസ് കാണും, രജനീകാന്ത് ഒരു ബസ് കണ്ടക്ടർ ആയിരുന്നു, സച്ചിൻ ടെണ്ടുൽക്കർ 10ാം ക്ലാസ് പാസ്സായിട്ടില്ല, പിന്നെ ടോം ക്രൂസ് അങ്ങനെയായിരുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരൊക്കെ ആ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പോഴത്തെ പോയിന്റിൽ എത്തണമെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അവർ അതിലോട്ട് എത്താൻ വേണ്ടി അത്രയും തല കുത്തി നിന്നിട്ടുണ്ട്. അല്ലെ പെട്ടെന്ന് ഒരു ദിവസം സച്ചിൻ 10ാം ക്ലാസ് കുടിക്കുമ്പോൾ മോനെ നമുക്ക് ഇന്ത്യയിൽ കളിക്കാമെന്ന് പറഞ്ഞവനെ കൊണ്ടുപോയതല്ല, സച്ചിൻ അങ്ങനെ കൊണ്ടുപോയതല്ല. അപ്പം അത്രയും എഫേർട്ട് ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിലയെത്തുന്നത് ഭയങ്കര പാടാണ്. അപ്പം ആ ഒരു എഫേർട്ട് നിങ്ങൾ വെറുതെ ഇരുന്ന് റൂമിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അങ്ങനെ വലിയ ആളൊന്നും ആവില്ല, മറിച്ച് നമ്മൾ എഫേർട്ട് 10 ആവണം. അപ്പം സക്സസ്സിലാവാൻ പറ്റിയ ഏറ്റവും നല്ല എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ പഠിച്ചെത്തുക എന്നുള്ളതാണ്. വേറെ ഏത് ബിസിനസ് ആയാലും വേറെ ഏത് അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു പഠിച്ചൊരു സംഭവം ആകുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു സോളിഡ് ബേസ് ഉണ്ട്, നിങ്ങൾ പിന്നെ വേറെ എന്ത് ചെയ്താലും തിരിച്ചിതിലോട്ട് വന്ന് നിങ്ങൾക്ക് പട്ടില്ലാണ്ട് കഴിഞ്ഞ് പോകാൻ പറ്റും. അപ്പോൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, പഠിക്കാണ്ട് വരില്ലേ ഇങ്ങനെ ഇപ്പോൾ പഠിക്കുന്നവരെ എന്ന് പറഞ്ഞ് ഞാൻ ബാക്ക് ബെഞ്ചറാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതൊക്കെ കേൾക്കാൻ രസമാണെങ്കിലും ജീവിതത്തിൽ തോൽവിയായി പോകും. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കളിക്കുക, എല്ലാ കളിയും കളിക്കുക, പക്ഷേ രാത്രി വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് നേരം പഠിക്കുക, ആ ഒരു ബോധം ഉണ്ടാണ്. ഓക്കെ, അപ്പോൾ ബോറടിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പോയി. അപ്പം എല്ലാവരും പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻറ്റേഴ്സിനോട്, ഇവിടെ ഇഷ്ടംപോലെ മെൻറ്റേഴ്സ്, ഞാൻ നേരത്തെ മെൻറ്റേഴ്സിനെ ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് ക്ലാസ് കയറാൻ ഡിസ്ക്രിപ്ഷൻ കാര്യമൊക്കെ താഴത്ത് കൊടുത്തിട്ടുണ്ട് ഫ്രീ ട്രൈ ക്ലാസ്സിൻ്റെ. അപ്പം നമുക്ക് കാണാം. ഓക്കെ, ബൈ, സൈൻ ഓഫ്.
സ്ട്രീം അടിച്ചു